നമസ്കാരം. 1956 ശേഷമുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രം എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസ് ചെയ്യാമോ എന്നാവശ്യപ്പെട്ട് ധാരാളം പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വളരെ നേരത്തെ തന്നെ ഈ ടോപ്പിക്ക് നമ്മൾ ചെയ്തിരുന്നു. 3 ക്ലാസ്സുകൾ കൊണ്ടാണ് അന്ന് ഈ ടോപ്പിക്ക് പൂർത്തിയാക്കിയത്. ഒരുപക്ഷെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ല. എന്തായാലും നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങളുടെ ആവശ്യപ്രകാരം ആ 3 ക്ലാസ്സുകളും ഒന്നിച്ചാക്കി ഒറ്റ വീഡിയോ ആക്കി ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂർ 43 മിനിറ്റ് ഈ വീഡിയോയ്ക്ക് ദൈർഘ്യമുണ്ടാവും. പക്ഷേ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തോട് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ആയിരത്തി 1956 ശേഷമുള്ള കേരളത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് 1ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് തുടങ്ങാം. നമുക്കറിയാം, ഐക്യ കേരളം രൂപം കൊണ്ടത് 1956 നവംബർ 1-നാണ്. അതിനുശേഷം 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ടാണ് 1ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് 126 സീറ്റുകളിലോട്ടാണ്. നമുക്കറിയാം, ഇന്ന് കേരള നിയമസഭയുടെ ആകെ സീറ്റ് എന്ന് പറയുന്നത് 140 സീറ്റാണ് അല്ലെ. അന്ന് 126 സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 126 സീറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് 114 മണ്ഡലങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 114 മണ്ഡലങ്ങൾ. 1ാം കേരള നിയമസഭയിൽ 114 മണ്ഡലങ്ങളിലോട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്, 126 സീറ്റിലോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിൽ 12 പേര് കൂടുതലാണ് അല്ലെ. 114 മണ്ഡലം എന്ന് പറയുമ്പോൾ 114 പേരെ വരുള്ളൂ നമ്മുടെ ഒരു കണക്കനുസരിച്ച്. അപ്പൊ 12 പേര് കൂടുതലാണ്. അതെന്തുകൊണ്ടാണ് 12 പേര് കൂടിയത്? ഈ 114-ൽ 12 മണ്ഡലങ്ങൾ ദ്വയാംഗ മണ്ഡലങ്ങളായിരുന്നു. ദ്വയാംഗ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ 2 പേരെ തെരഞ്ഞെടുക്കും. നമുക്ക് ഇന്ന് പരിചയമില്ലാത്ത ഒരു രീതി ആയതുകൊണ്ടാണ് 2 പേരെ കൂടി തെരഞ്ഞെടുക്കും. അപ്പോ 114 മണ്ഡലങ്ങൾ, അതിൽ 12 മണ്ഡലങ്ങൾ ദ്വയാംഗ മണ്ഡലങ്ങളായിരുന്നു. അങ്ങനെ 126 പേരാണ് 1ാം കേരള നിയമസഭയിൽ തെരഞ്ഞെടുപ്പിലൂടെ എന്ത് ചെയ്തത്? അംഗമായത്. പിന്നെ നമുക്ക് ഒരാളുടെ കാര്യം അറിയാം. എന്താണ്? കേരള നിയമസഭയിലോട്ട് ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ അതില്ല. പക്ഷെ പണ്ടുണ്ടായിരുന്നു. കേരള നിയമസഭയിലോട്ട് ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ കൂടി നോമിനേറ്റ് ചെയ്യാമായിരുന്നു. അങ്ങനെ ആ ഒരാൾ കൂടി ആവുമ്പോ 1ാം കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 127. അതേസമയം തെരഞ്ഞെടുപ്പിലൂടെ വന്നത് 126. തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങൾ 114. മാറിപ്പോവരുത്. ഓരോ പുസ്തകങ്ങളിൽ ഓരോന്ന് എഴുതി വെച്ചിരിക്കും, സംശയം വരരുത്. അപ്പൊ അങ്ങനെ 1ാം കേരള നിയമസഭയിൽ 114 മണ്ഡലങ്ങളിലോട്ട് തെരഞ്ഞെടുപ്പ് നടന്നു. 12 ദ്വയാംഗ മണ്ഡലങ്ങളാണ് അതില്. അങ്ങനെ 126 പേർ എലക്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ 1ാം കേരള നിയമസഭയിലോട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു വന്നവർ 126. ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. അങ്ങനെ 1ാം കേരള നിയമസഭയിലെ ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത് 127 ആ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആര്? 1ാം കേരള നിയമസഭയിൽ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആര് എന്ന് ചോദിച്ചാൽ ഹാമിൽട്ടൺ ഡിക്രൂസ് ആണ്. ആരാണ്? ഹാമിൽട്ടൺ ഡിക്രൂസ് ആണ്. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിന്ന് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ഭരണഘടനാപരമായിട്ട് പണ്ട് കൊടുത്തിരുന്ന പ്രാതിനിധ്യം, റിസർവേഷൻ ഇപ്പൊ എന്ത് ചെയ്തു? ഇപ്പോ എടുത്തു കളഞ്ഞു. അത് ഏത് ഭേദഗതി പ്രകാരമാണ്? 104-ാം ഭേദഗതി പ്രകാരമാണ്. 104-ാം ഭേദഗതി പ്രകാരമാണ് അല്ലെ. പണ്ട് ലോക്സഭയിലോട്ട് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ രാഷ്ട്രപതിക്ക് നിയമിക്കാമായിരുന്നു. സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ ആർക്കും നിയമിക്കാമായിരുന്നു, ഗവർണർക്ക് നിയമിക്കാമായിരുന്നു. ആ പറഞ്ഞ പ്രാതിനിധ്യം, റിസർവേഷൻ എന്ത് ചെയ്തു? 104-ാം ഭേദഗതി പ്രകാരം 2019 പാർലമെന്റ് പാസ്സാക്കുകയും
2020 നിലവിൽ വരികയും ചെയ്ത ആ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു, എടുത്തു കളഞ്ഞു എന്നുകൂടി അവിടെ ഓർക്കുക. അപ്പൊ അത്രയാണ് അതിന്റെ സ്ട്രെങ്ത്, നിയമസഭയുടെ സ്ട്രെങ്ത്. ഇനി അത് കഴിഞ്ഞിട്ട് ഒന്നാം കേരള നിയമസഭ അല്ലെ, ഒന്നാം കേരള നിയമസഭ രൂപീകരിക്കപ്പെട്ടതെന്ന്, ഒന്നാം കേരള നിയമസഭ രൂപീകരിക്കപ്പെട്ടതെന്നാണ് 1957 ഏപ്രിൽ മാസമാണ് 1-ാം തീയതിയാണ്. 1957 ഏപ്രിൽ 1-നാണ് ഒന്നാം കേരള നിയമസഭ രൂപീകരിക്കപ്പെട്ടത് അല്ലെ. ഏപ്രിൽ മാസം നമുക്കറിയാം, ഏപ്രിൽ 5-നാണ് 957 ഏപ്രിൽ 5-നാണ് EMS സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയായിട്ട് EMS സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നാണ് 1957 ഏപ്രിൽ 5-നാണ്. എന്നാൽ ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1957 തന്നെ ഏപ്രിൽ മാസത്തിൽ തന്നെ. പക്ഷെ ദിവസം ഏതാണ്? ഏപ്രിൽ 27. അപ്പൊ 3 ദിവസങ്ങൾ ഓർത്തു വെക്കുക. ഏപ്രിൽ 1, ഏപ്രിൽ 5, ഏപ്രിൽ 27. ഏപ്രിൽ 1-ന് ഒന്നാം കേരള നിയമസഭയുടെ രൂപീകരണം. ഏപ്രിൽ 5-ന് ഒന്നാം കേരള നിയമസഭയിൽ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ട് EMS സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ 27-ന് ഒന്നാം കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നു 27-ന്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വയ്ക്കുക, തിരിഞ്ഞു പോകരുത്. ഒന്നാം കേരള നിയമസഭയാണ്. അപ്പൊ അത് ചോദിക്കും. നമ്മുടെ പരീക്ഷയ്ക്ക് ആദ്യമായിട്ടാണ് 1956-ന് ശേഷമുള്ള കേരളം എന്നുള്ളത് എൻ്റെ 20 കൊല്ലത്തെ ഈ PSC-യുമായി ബന്ധപ്പെട്ട മേഖലയിലെ എൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയണം, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ടോപ്പിക് എന്നത്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ വരുന്ന പരീക്ഷകൾക്ക് പുതുമയായിരിക്കും. അപ്പൊ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം, ഒരു സംസ്ഥാനത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ എന്ന് പറയുന്നത് ഗവർണറാണ് അല്ലെ. സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ, കേന്ദ്രത്തിന്റെ പ്രതിനിധിയായിട്ട് സംസ്ഥാനത്ത് ആരുണ്ടാവും? ഗവർണർ ഉണ്ടാവും. സംസ്ഥാനത്തെ കാര്യനിർവഹണ വിഭാഗം തലവൻ, എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് നമ്മൾ ആരെ പറയും? ഗവർണറെ പറയും അല്ലെ. അപ്പൊ ഓരോ സംസ്ഥാനത്തിനും ഗവർണർ ഉണ്ടായിരിക്കുമല്ലോ, ഓരോ സംസ്ഥാനത്തിനും ഗവർണർ ഉണ്ടായിരിക്കും. അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിളാണ് പരീക്ഷയ്ക്ക് ചോദിക്കും? ആർട്ടിക്കിൾ 153. കേരളം ഭരണരംഗം എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാവും. ആർട്ടിക്കിൾ 153 പറയുന്ന കാര്യമാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും ഒരു ഗവർണർ ഉണ്ടായിരിക്കും. പക്ഷെ അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ 154. അതിലും ഗവർണറുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ആ ഗവർണർ സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായിരിക്കും, സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് ആയിരിക്കും, കാര്യനിർവഹണ വിഭാഗം ഹെഡ് ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 154. അപ്പോ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ഗവർണർ ഉണ്ടായിരിക്കുമെന്ന് ആർട്ടിക്കിൾ 153 പറയുന്നു. ആർട്ടിക്കിൾ 154 പ്രകാരം ആ ഗവർണർ എന്തായിരിക്കും? സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായിരിക്കുമെന്ന് പറയുന്നു അല്ലെ. അപ്പോ കേരളത്തിൽ ഒരു ഗവർണർ ആദ്യം ഉണ്ടാകുമല്ലോ. ആ ഗവർണർ ആരാണ്? ബി രാമകൃഷ്ണ റാവു. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ ബി രാമകൃഷ്ണ റാവു ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് നിയമസഭ പറയുമ്പോൾ നിയമസഭയിൽ ഒരു സ്പീക്കർ ഉണ്ടായിരിക്കുമല്ലോ. കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ആരാണ്? ഒന്നാം കേരള നിയമസഭയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സ്പീക്കർ ആയിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ശങ്കരനാരായണൻ തമ്പി. ശങ്കരനാരായണൻ തമ്പി. ഇവിടെ സാധാരണഗതിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു തിരിഞ്ഞു പോവും, രാമകൃഷ്ണ റാവു, ശങ്കരനാരായണൻ തമ്പി അല്ലെ. ഗവർണർ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് നിന്ന് വെളിയിൽ നിന്നായിരിക്കും മിക്കവാറും വരുന്നത്. അപ്പൊ റാവു എന്നുള്ള പേര് നമുക്കത്ര പരിചയമുള്ളതല്ല, അപ്പം വെളിയിൽ നിന്ന് വന്ന ആളാണെന്നുള്ളത് എടുക്കുക. അപ്പോ ബി രാമകൃഷ്ണ റാവു ആദ്യത്തെ ഗവർണറും ശങ്കരനാരായണൻ തമ്പി ആദ്യത്തെ സ്പീക്കറുമാണ്. അതുപോലെ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് ഒരു വനിതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കേരള നിയമസഭയിൽ ആകെ 127 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിലെ വനിതകൾ 6 ആയിരുന്നു. ഒന്നാം കേരള നിയമസഭയിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 6 പേരുണ്ടായിരുന്നു. അതിലൊരാളാണ് KO ഐഷ ഭായ്. അവരാണ് കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. കേരള നിയമസഭയിൽ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആണ് ആര്? KO ഐഷ ഭായ് അല്ലെ. അത് ഓർത്തു വെക്കുക. ഇത് പറയുമ്പോൾ വേറെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം മനസ്സിൽ വരെയാണ്. അതായത് ഏതെങ്കിലും ഒരു നിയമസഭയിൽ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നിയമസഭയിൽ സ്പീക്കറായ ആദ്യ വനിത. ഏതെങ്കിലും ഒരു നിയമസഭ എന്നാണ് പറഞ്ഞത്, ലോക്സഭ എന്നല്ല. ഏതെങ്കിലും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നിയമസഭയിൽ സ്പീക്കറായ
ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ ഷാനോ ദേവിയാണ്. ആരാണ്? ഷാനോ ദേവി എന്ന് പറയുന്ന സ്ത്രീയാണ്. ഹരിയാന നിയമസഭയിൽ ഇവർ സ്പീക്കർ ആയിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഏതെങ്കിലും നിയമസഭയിൽ സ്പീക്കർ ആകുന്ന ആദ്യ വനിതയാണ് ഷാനോ ദേവി. KO ഐഷാഭായ് എന്ന് പറയുന്നത് ആരാണ്? KO ഐഷാഭായ് ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നു കേരളത്തിലെ. വനിതകളുടെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ വേറൊരു ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, റോസമ്മ പുന്നൂസ്. റോസമ്മ പുന്നൂസിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ പറഞ്ഞു 127 അംഗങ്ങളാണ് ഒന്നാം കേരള നിയമസഭയിൽ ആകെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അതിൽ ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ, ഒന്നാം കേരള നിയമസഭയിലോട്ട് ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അംഗമായത് ആരെന്ന് ചോദിച്ചാൽ അതും ഒരു വനിതയാണ്, റോസമ്മ പുന്നൂസ്. റോസമ്മ പുന്നൂസ് നമ്മുടെ അക്കാമ ചെറിയാന്റെ സഹോദരിയാണ്. റോസമ്മ പുന്നൂസ് ആണ് ഒന്നാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ ആദ്യത്തെ അംഗം. അതുപോലെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആദ്യമായിട്ട് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് കേരള നിയമസഭയിൽ അംഗമായതാരെന്ന് ചോദിച്ചാലും റോസമ്മ പുന്നൂസ് ആണ്. അല്ലെങ്കിൽ കേരളത്തില് ആദ്യമായിട്ട് കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ടത് ആർക്കെന്ന് ചോദിച്ചാലും റോസമ്മ പുന്നൂസ് ആണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒന്നാം കേരള നിയമസഭയിലോട്ട് അംഗമായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് റോസമ്മ പുന്നൂസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെന്താ പറഞ്ഞത്? കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യത്തെ വ്യക്തി ആര്? റോസമ്മ പുന്നൂസ്. അവരുടെ പേരിൽ തെരഞ്ഞെടുപ്പ് കേസ് ഉണ്ടായിരുന്നു. അത് വന്നപ്പോൾ കോടതി ഇടപെട്ടു, അവരുടെ അംഗത്വം റദ്ദാക്കി. അത് കഴിഞ്ഞിട്ട് ഉപതെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ റദ്ദാക്കുമ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ. റോസമ്മ പുന്നൂസ് വീണ്ടും മത്സരിച്ചു. അങ്ങനെ 1958 ആദ്യമായിട്ട് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ദേവികുളം ഉപതെരഞ്ഞെടുപ്പ്, ഇടുക്കി ജില്ലയില് ദേവികുളം ഉപതെരഞ്ഞെടുപ്പ്. അവിടെ റോസമ്മ പുന്നൂസ് മത്സരിച്ചു, ജയിച്ചു. അപ്പോ രണ്ട് കാര്യങ്ങളായി അല്ലെ. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തിയാണ്, MLA ആണ് റോസമ്മ പുന്നൂസ്. അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് അംഗമായ ആദ്യത്തെ വ്യക്തിയും ആരാണ്? റോസമ്മ പുന്നൂസ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അപ്പൊ 3 പോയിന്റുകൾ അവരുടെ കാര്യത്തിൽ വളരെ പ്രധാനമാണ്. അപ്പൊ ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ഓർക്കുക. കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗമായ ആദ്യ വ്യക്തിയാണ് റോസമ്മ പുന്നൂസ് എന്ന് പറയുമ്പോൾ അവിടെ ഉമേഷ് റാവു എന്നുള്ള പേര് നിങ്ങളെ കുഴപ്പിക്കും. ഉമേഷ് റാവു എന്താണ്? കേരള നിയമസഭയിലേക്ക് ആദ്യമായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗം. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗം. നിയമസഭയിൽ അംഗമാവണമെങ്കിൽ സത്യപ്രതിജ്ഞ കൂടി ചെയ്യണം അല്ലെ. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗമാരെന്ന് ചോദിച്ചാലാണ് ഉമേഷ് റാവുവിന്റെ പേര് പറയേണ്ടത്. അദ്ദേഹം ജയിച്ച മണ്ഡലവും കൂടെ ഓർത്തു വയ്ക്കണം. മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് കേരള നിയമസഭയിലേക്ക് ആദ്യമായിട്ട് എതിരില്ലാതെ ആര് തെരഞ്ഞെടുത്തു വരുന്നത്? ഉമേഷ് റാവു തെരഞ്ഞെടുത്തു വരുന്നത് മഞ്ചേശ്വരത്ത് നിന്നാണ്. റോസമ്മ പുന്നൂസ് ദേവികുളത്ത് നിന്നാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വയ്ക്കുക. ഇനി കേരള നിയമസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്. കേരള നിയമസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരെന്ന് ചോദിച്ചാൽ PT ചാക്കോയാണ്. കോൺഗ്രസ്സുകാരനാണ്. കേരള നിയമസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരെന്ന് ചോദിച്ചാൽ PT ചാക്കോ. അന്ന് ഒന്നാം കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ അംഗം, ഒന്നാം കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരായിരുന്നു ചോദിച്ചാൽ അത് പട്ടം താണുപിള്ളയാണ്. ഒന്നാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരായിരുന്നു ചോദിച്ചാൽ പട്ടം താണുപിള്ളയാണ്. ഒന്നാം കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ആരെന്ന് ചോദിച്ചാൽ K കരുണാകരനാണ്. ഒന്നാം കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം K കരുണാകരനും ഒന്നാം കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരെന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ളയാണ്. ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഒന്നാം കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോ ടൈം സ്പീക്കർ അല്ലെ. കേരള നിയമസഭയിൽ ആദ്യത്തെ സ്പീക്കറാണ് ശങ്കരനാരായണൻ തമ്പി എന്ന് പറയുന്നു. അതിനു മുമ്പ് അദ്ദേഹം ആകുന്നതിന് മുമ്പ്, സ്പീക്കർ ആവുന്നതിന് മുമ്പ് സഭ നിയന്ത്രിക്കാൻ ഒരാൾ വേണം. ആ സ്പീക്കറിനെ നമ്മൾ വിളിക്കുന്നത് പ്രോട്ടൈം സ്പീക്കറാണ്. ഒന്നാം കേരള നിയമസഭയിലെ ആദ്യ പ്രോട്ടൈം സ്പീക്കർ ആരെന്ന് ചോദിച്ചാലും ഈ വനിതയാണ് റോസമ്മ പുന്നൂസ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഒന്നാം കേരള നിയമസഭയിൽ ആദ്യത്തെ മന്ത്രിസഭ EMS മന്ത്രിസഭ 1957 ഏപ്രിൽ 5 സത്യപ്രതിജ്ഞ ചെയ്തു, അധികാരമേറ്റു എന്ന് പറഞ്ഞു. ആ മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരുണ്ടായിരുന്നു? ആ മന്ത്രിസഭയിൽ 11 മന്ത്രിമാരുണ്ടായിരുന്നു. ആ മന്ത്രിസഭയിൽ 11 മന്ത്രിമാരുണ്ടായിരുന്നു അല്ലെ. മുഖ്യമന്ത്രിയെ കൂടി കൂട്ടിയാണ് 11 പേര് അല്ലെ. മുഖ്യമന്ത്രിയും 10 മന്ത്രിമാരും, അങ്ങനെ 11 മന്ത്രിമാരുണ്ടായിരുന്നു. അതില്
ഇതില് വി ആർ കൃഷ്ണയ്യർ എന്നുള്ളത് ഓർത്തു വെക്കണം. കേരളത്തിലെ ആദ്യത്തെ നിയമമന്ത്രിയാണ്. കേരളത്തിലെ ആദ്യത്തെ നിയമമന്ത്രിയാണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യുത് ശക്തി മന്ത്രിയാണ്. കേരളത്തിലെ ആദ്യത്തെ നിയമമന്ത്രി, കേരളത്തിലെ ആദ്യത്തെ വിദ്യുത് ശക്തി മന്ത്രി ആരെന്ന് ചോദിച്ചാല് വി ആർ കൃഷ്ണയ്യർ. വി ആർ കൃഷ്ണയ്യർ. അത് കഴിഞ്ഞിട്ട് വേറൊരു വനിത നിങ്ങൾക്ക് അറിയാം. കേരളത്തിലെ ആദ്യത്തെ റവന്യൂ മന്ത്രി. കേരളത്തിലെ ആദ്യത്തെ റവന്യൂ മന്ത്രി എന്ന് പറഞ്ഞാൽ ആരാണ്? കെ ആർ ഗൗരിയമ്മ. കെ ആർ ഗൗരിയമ്മ അല്ലെ? കെ ആർ ഗൗരിയമ്മയുടെ പേരിൽ ഒരുപാട് റെക്കോർഡുകളുണ്ട്. അതിലൊരു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ കേരള നിയമസഭയിലോട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വനിത 10 തവണയാണ്. ഏറ്റവും കൂടുതൽ തവണ കേരള നിയമസഭയിലോട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് കെ ആർ ഗൗരിയമ്മ. ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വനിതയാരെന്ന് ചോദിച്ചാലും കെ ആർ ഗൗരിയമ്മയാണ്. ആ കെ ആർ ഗൗരിയമ്മയാണ് കേരളത്തിലെ 1ാം മന്ത്രിസഭയിലെ ആദ്യത്തെ റവന്യൂ മന്ത്രി. കെ ആർ ഗൗരിയമ്മ. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി നിങ്ങൾക്ക് അറിയാം, സി അച്യുത മേനോനാണ്. ആരാണ്? സി അച്യുത മേനോനാണ് 1ാം കേരള നിയമസഭയിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി. അപ്പൊ വി ആർ കൃഷ്ണയ്യർക്ക് നിയമം, വിദ്യുത് ശക്തി, കെ ആർ ഗൗരിയമ്മ റവന്യൂ, ധനകാര്യം സി അച്യുത മേനോൻ. ഇനി അത് കഴിഞ്ഞിട്ട് 1ാം കേരള നിയമസഭയിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി. 1ാം കേരള നിയമസഭയിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആരെന്ന് ചോദിച്ചാല് കെ പി ഗോപാലനാണ്. 1ാം കേരള നിയമസഭയിലെ അല്ലെങ്കിൽ 1ാം മന്ത്രിസഭയിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി കെ പി ഗോപാലനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? വിദ്യാഭ്യാസ ബില്ലൊക്കെ കേരള നിയമസഭയിൽ ആദ്യം അവതരിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. നമ്മുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരുപാട് മുന്നിലാണ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ്. അതിന് കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ വകുപ്പ്, ട്രാൻസ്പോർട്ട് വകുപ്പ്, തൊഴിൽ വകുപ്പ്, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാല് ടി വി തോമസ് ആണ്. ഈ ടി വി തോമസിന്റെ ഭാര്യയാണ് കെ ആർ ഗൗരിയമ്മ. ടി വി തോമസിന്റെ ഭാര്യയാണ് കെ ആർ ഗൗരിയമ്മ. പരീക്ഷയ്ക്ക് ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. കേരളത്തിൽ ദമ്പതിമാരായിരുന്ന മന്ത്രിസഭാംഗങ്ങൾ ആരെന്ന് ചോദിച്ചാൽ ഈ ടി വി തോമസും കെ ആർ ഗൗരിയമ്മയുമാണ്. തൊഴിൽ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്നു 1ാം EMS മന്ത്രിസഭയിൽ ആര്? ടി വി തോമസ്. ടി വി തോമസ്. ഇനി അത് കഴിഞ്ഞിട്ട് ടി എ മജീദ്. ടി എ മജീദ് എന്ന് പറയുന്ന ആള് എന്തിന്റെ മന്ത്രിയായിരുന്നു ചോദിച്ചാൽ ടി എ മജീദ് എന്ന് പറയുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് PWD പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു ടി എ മജീദ്. അപ്പൊ ടി എ മജീദ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. തൊഴിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു ടി വി തോമസ്. ഇനി അത് കഴിഞ്ഞിട്ട് കെ സി ജോർജ്. 1ാം EMS മന്ത്രിസഭയില് കെ സി ജോർജ് എന്ന് പറയുന്ന മന്ത്രി ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് ചോദിച്ചാല് ഭക്ഷ്യവകുപ്പ്, വനം വകുപ്പ്. ഭക്ഷ്യവകുപ്പിന്റെയും വനം വകുപ്പിന്റെയും ചുമതല ഉണ്ടായിരുന്ന മന്ത്രി, ആദ്യത്തെ മന്ത്രി അതാരാണ്? കെ സി ജോർജ് ആണ്. കെ സി ജോർജ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് 1ാം കേരള മന്ത്രിസഭയിൽ EMS മന്ത്രിസഭയില് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ചാത്തൻ മാസ്റ്റർ ആണ്. ആരാണ്? ചാത്തൻ മാസ്റ്റർ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ PWD മിനിസ്റ്റർ ചാത്തൻ മാസ്റ്റർ ആയിരുന്നു 1ാം EMS മന്ത്രിസഭയിൽ. ചാത്തൻ മാസ്റ്റർ. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ എ ആർ മേനോനാണ്. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി എ ആർ മേനോനാണ്. അവിടെ നിങ്ങൾ ഇനിഷ്യൽ നോക്കി വെച്ചേക്കണം. എ ആർ മേനോൻ, MR മേനോൻ എന്നൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എ ആർ മേനോനാണ് കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി. അപ്പൊ ഇത്രയും കാര്യം ഇവിടെ ഓർത്തു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 1ാം കേരള മന്ത്രിസഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന, ഏഷ്യയിൽ ബാലറ്റിലൂടെ ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് അല്ലെ. ബാലറ്റിലൂടെ ഏഷ്യയിൽ ആദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന് പറയുന്നത് EMSന്റെ മന്ത്രിസഭയാണ്. അത് കേരളത്തിലാണ്. അന്ന് അതിന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആൾ ഒഴിച്ച് ഒരുവിധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖരെല്ലാവരും മന്ത്രിസഭയിലും നിയമസഭയിലും അംഗമായിരുന്നു. അപ്പൊ അതിലെ അംഗമല്ലാത്ത ഒരാളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാൾ അന്ന് മന്ത്രിസഭയിലോ നിയമസഭയിലോ അംഗമായിരുന്നില്ല. ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേര് MN ഗോവിന്ദൻ നായർ എന്നാണ്. MN ഗോവിന്ദൻ നായർ. അദ്ദേഹത്തെ നമ്മൾ വിളിക്കും കേരള ക്രൂഷ്ചേവ്. കേരള ക്രൂഷ്ചേവ്. റഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് ക്രൂഷ്ചേവ്. കേരള ക്രൂഷ്ചേവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ MN ഗോവിന്ദൻ നായരാണ്
കേരള ക്രൂഷ്ചേവ്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഒരുപാട് ഭവന പദ്ധതികളുണ്ട് അല്ലെ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ആദ്യകാലത്തെ ഒരു ഭവന പദ്ധതിയാണ് ലക്ഷം വീട് കോളനി. ലക്ഷം വീട് കോളനി നമ്മൾ ഇന്ന് കേട്ടിട്ടുണ്ട്, ലക്ഷം വീട് കോളനികൾ എന്ന് കേൾക്കാറുണ്ട്. ആ ലക്ഷം വീട് കോളനി ഭവന പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ എം.എൻ. ഗോവിന്ദൻ നായരാണ്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കേരള ക്രൂഷ്ചേവ് എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരെന്ന് ചോദിച്ചാൽ എം.എൻ. ഗോവിന്ദൻ നായരാണ്. അതുപോലെ തന്നെ ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലും എം.എൻ. ഗോവിന്ദൻ നായരാണ് എന്നുകൂടി ആ ഭാഗത്ത് ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഈ ഇ.എം.എസ്. മന്ത്രിസഭ പിരിച്ചുവിടപ്പെട്ടു അല്ലെ. 356 വകുപ്പ് അനുസരിച്ച്, ഭരണഘടനയിലെ 356 വകുപ്പ് അനുസരിച്ച് ആദ്യമായിട്ട് പിരിച്ചുവിടപ്പെട്ട മന്ത്രിസഭ ഇ.എം.എസ്. മന്ത്രിസഭയാണ്. അല്ലെങ്കിൽ ബാലറ്റിലൂടെ ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഇ.എം.എസ്. മന്ത്രിസഭ പിരിച്ചുവിടപ്പെട്ടത് എന്ന് ചോദിച്ചാൽ 1959 ജൂലൈ 31 1959 ജൂലൈ 31 വിമോചന സമരത്തിന്റെ അടിസ്ഥാനത്തിൽ വിമോചന സമരം നടന്നു. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അക്രമ പരമ്പരകൾ അരങ്ങേറി. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. പോലീസ് വെടിവെപ്പിൽ ഒരുപാട് പേര് കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായി. അപ്പൊ കേരളത്തിലെ ഗവർണർ എന്ത് ചെയ്തു? ആഭ്യന്തര സമാധാനം ഇവിടെ മോശമാണ് എന്നുള്ള റിപ്പോർട്ട് പ്രസിഡന്റിന് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 356 വകുപ്പ് അനുസരിച്ച് ആദ്യമായിട്ട് കേരളത്തിലെ മന്ത്രിസഭ എന്ത് ചെയ്യുന്നു? പിരിച്ചുവിടപ്പെടുന്നു. 1959 ജൂലൈ 31. ഓർത്തു വയ്ക്കണം, 1959 ജൂലൈ 31. ഏപ്രിൽ 5 1957 ഏപ്രിൽ 5 അധികാരത്തിൽ വന്നു. 1959 ജൂലൈ 31 പിരിച്ചുവിടപ്പെട്ടു അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പിരിച്ചുവിടപ്പെട്ട ആദ്യത്തെ ഇ.എം.എസ്. മന്ത്രിസഭ 1957 ഏപ്രിൽ 5 മുതൽ 1959 ജൂലൈ 31 വരെ ഏതാണ്ട് 2 വർഷത്തോളം ഉണ്ടായിരുന്ന ഇ.എം.എസ്. മന്ത്രിസഭ അല്ലെ. ആ ഇ.എം.എസ്. മന്ത്രിസഭയുടെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട 2 നിയമങ്ങൾ കേരള നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. അതും ഒന്നാം കേരള നിയമസഭയുടെ വളരെ തിളങ്ങുന്ന ഓർമ്മകളാണ്. അതിലൊരെണ്ണമാണ് കാർഷിക ബന്ധ ബിൽ. കാർഷിക ബന്ധ ബിൽ 1957. അതായത് ഓരോ വ്യക്തിക്കും കൈവശം വെക്കാവുന്ന ഭൂമിയുടെ അളവ് തിട്ടപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ ജന്മിത്വം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടും ഉള്ള ബില്ലാണ് ഏത്? കാർഷിക ബന്ധ ബിൽ. അപ്പോ കൃഷിഭൂമിയുടെ അല്ലെങ്കിൽ കൈവശം വെക്കാവുന്ന ഭൂമിയുടെ അളവ് തിട്ടപ്പെടുത്തിക്കൊണ്ട് അതുപോലെ ജന്മിത്വം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ബില്ലാണ് 1957 പ്രസിദ്ധപ്പെടുത്തുന്ന കാർഷിക ബന്ധ ബിൽ. ഈ കാർഷിക ബന്ധ ബിൽ കേരള നിയമസഭ പാസാക്കുന്നത് 1959 ജൂൺ 10 ഓരോ പുസ്തകങ്ങളിൽ ഓരോന്ന് എഴുതി വെച്ചേക്ക്. നിങ്ങൾ എൻ്റെ അടുത്ത് സംശയം ചോദിക്കരുത്. കാർഷിക ബന്ധ ബിൽ പ്രസിദ്ധപ്പെടുത്തുന്നത് 1957. അത് പാസാക്കുന്നത് നിയമസഭ പാസാക്കിയെടുക്കുന്നത് 1959 ജൂൺ 10. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ ഇ.എം.എസിന്റെ മന്ത്രിസഭ താഴെ വീണു. പിന്നീട് വീണ്ടും ഇ.എം.എസ്. മന്ത്രിസഭ 1967 വരും. അത് അവർ പാസാക്കും. പക്ഷെ അപ്പോഴേക്കും വീണ്ടും വീഴും. ഭേദഗതി നിയമമാണ്, ഭൂപരിഷ്കരണ ഭേദഗതി നിയമം എന്നുള്ള രീതിയിൽ വീണ്ടും പാസാക്കും. അപ്പോഴത്തേക്ക് ഇ.എം.എസ്. മന്ത്രിസഭ താഴെ വീഴും. പിന്നെ വന്നത് സി അച്യുതമേനോൻ മന്ത്രിസഭയാണ്. സി അച്യുതമേനോൻ മന്ത്രിസഭയുടെ കാലത്ത് 1970 ജനുവരി 1 കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വരുന്നത്. അങ്ങനെ ആ കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ 1970 ജനുവരി 1 വന്ന കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ മുൻഗാമി എന്ന് പറയാവുന്ന ബില്ലാണ് 1957 കേരള നിയമസഭയിൽ എന്ത് ചെയ്തത്? പ്രസിദ്ധപ്പെടുത്തിയ കാർഷിക ബന്ധ ബിൽ. അത് പാസാക്കുന്നത് 1959 ജൂൺ 10 അത് ഒന്നാം കേരള മന്ത്രിസഭയുടെ കാലത്താണ്, ഒന്നാം കേരള നിയമസഭയുടെ കാലത്താണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ബില്ലാണ് വിദ്യാഭ്യാസ ബില്ല്. ഏതാണ്? വിദ്യാഭ്യാസ ബില്ല്. നമ്മുടെ സർക്കാർ പള്ളിക്കൂടവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ കൊണ്ടുവരുന്ന അതാണ്. ഇന്ന് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നതും അവരുടെ സുരക്ഷയൊക്കെ ഉറപ്പാക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. അതിനൊക്കെ കാരണമായ ബില്ലാണ് വിദ്യാഭ്യാസ ബില്ല്. 1957 വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചപ്പോ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ജോസഫ്
മുണ്ടശ്ശേരി. അപ്പൊ കാർഷിക ബന്ധ ബില്ല് 1957, വിദ്യാഭ്യാസ ബില്ല് 1957, ഇവയൊക്കെ പ്രസിദ്ധപ്പെടുത്തുന്നത് ഒന്നാം കേരള നിയമസഭയുടെ കാലത്താണ് എന്ന് ഓർക്കണം. അപ്പൊ ഈ കാർഷിക ബന്ധ ബില്ല് കൊണ്ടുവരുന്നത് ആരായിരിക്കും? റവന്യൂ മന്ത്രി ആയിരിക്കും, അല്ലെ? KR ഗൗരിയമ്മ. അപ്പൊ 1957 പ്രസിദ്ധപ്പെടുത്തിയ കാർഷിക ബന്ധ ബില്ല് അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ, റവന്യൂ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ KR ഗൗരിയമ്മ എന്ന് പറയണം. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്, ഏലംകുളം മനക്കൽ. ഏലംകുളം മനക്കൽ ആരുടെ തറവാട്ട് പേരാണ്? ഏലംകുളം മനക്കൽ ആരുടെ തറവാട്ട് പേരാണ്, അല്ലെങ്കിൽ ആരുടെ വീട്ടുപേരാണ് എന്ന് ചോദിച്ചാൽ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് അഥവാ EMS. ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് അഥവാ EMS. EMSന്റെ തറവാട്ട് പേരാണ് ഏലംകുളം മനക്കൽ. അദ്ദേഹത്തിന് ജനിച്ച സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ ഇന്ന് മലപ്പുറം ജില്ലയിലുള്ള പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് EMSന്റെ ജന്മസ്ഥലം. പരീക്ഷയ്ക്ക് ചോദിക്കും, EMSന്റെ ജന്മസ്ഥലം ഏതാണ്, എവിടെയാണ്? പെരിന്തൽമണ്ണയാണ്. ഇന്ന് മലപ്പുറം ജില്ലയിലുള്ള പെരിന്തൽമണ്ണയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഒന്നാം കേരള നിയമസഭയിൽ അംഗമായി, അല്ലെ? ഒന്നാം കേരള നിയമസഭയിൽ അംഗമായത് ഏത് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണെന്ന് ചോദിച്ചാൽ നീലേശ്വരമാണ്. ഒന്നാം കേരള നിയമസഭയിൽ അദ്ദേഹം അംഗമായത് ഏത് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചെന്ന് ചോദിച്ചാൽ നീലേശ്വരമാണ്. മാറിപ്പോയത്. മഞ്ചേശ്വരത്ത് നിന്ന് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഉമേഷ് റാവു. നീലേശ്വരത്ത് നിന്നാണ് EMS നമ്പൂതിരിപ്പാട് ഒന്നാം കേരള നിയമസഭയിൽ എന്ത് ചെയ്യുന്നത്? അംഗമാവുന്നത്. പിന്നീട് അദ്ദേഹം പട്ടാമ്പി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്, പിന്നീട് ആലത്തൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു ഒക്കെ അദ്ദേഹം കേരള നിയമസഭയിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യം അദ്ദേഹം കേരള നിയമസഭയിലോട്ട് വരുന്നത് നീലേശ്വരം മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് EMSന്റെ ഒരു പത്രമുണ്ട്, പ്രഭാതം. EMSന്റെ ഒരു പത്രമാണ് പ്രഭാതം. അപ്പൊ പ്രഭാതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് EMS ആണ്. EMSന്റെ പത്രം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രഭാതം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പ്രഭാതം. ഇനി അത് കഴിഞ്ഞിട്ട് EMSന്റെ ആത്മകഥ എന്താണ്? EMSന്റെ ആത്മകഥ എന്താണ്? ആത്മകഥ എന്ന് തന്നെ. EMSന്റെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ. വേറെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അന്നാ ചാണ്ടിയുടെ ആത്മകഥ ആത്മകഥ എന്ന് തന്നെയാണ്, അല്ലെ? അന്നാ ചാണ്ടിയുടെ ആത്മകഥ ആത്മകഥ എന്ന പേരിൽ തന്നെയാണ്. അതുപോലെ സർദാർ പണിക്കരുടെ ആത്മകഥ ആത്മകഥ എന്നുള്ള പേരിൽ തന്നെയാണ്. ഒന്നാമത്തെ നമ്മുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹത്തിന്റെ ആത്മകഥയും എന്താണ്? അദ്ദേഹത്തിന്റെ ആത്മകഥയും ആത്മകഥ എന്നുള്ള പേരിൽ തന്നെയാണ്, അല്ലെ? അതുപോലെ EMSന്റെ ആത്മകഥയും ഏത് പേരിലാണ്? ആത്മകഥ എന്നുള്ള പേരിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ചോദിക്കുന്നതാണ് EMSുമായി ബന്ധപ്പെട്ട കുറച്ച് കൃതികൾ. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്, പഠിച്ചിട്ടേ പോകാവൂ. 1.25 കോടി മലയാളികൾ എന്ന കൃതി EMSന്റെ കൃതി. കേരളം മലയാളികളുടെ മാതൃഭൂമി. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. കേരളം മലയാളികളുടെ മാതൃഭൂമി, 1.25 കോടി മലയാളികൾ, കേരളം ഇന്നലെ ഇന്ന് നാളെ, കേരളം ഇന്നലെ ഇന്ന് നാളെ എന്നീ കൃതികൾ രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? EMS ആണ്. അപ്പൊ ആത്മകഥ അദ്ദേഹത്തിന്റെ ആത്മകഥ, പ്രഭാതം അദ്ദേഹത്തിന്റെ പത്രം, അദ്ദേഹത്തിന്റെ കൃതികൾ 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, കേരളം ഇന്നലെ ഇന്ന് നാളെ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി ഓർക്കാനുള്ളത്, M മുകുന്ദന്റെ ഒരു നോവലുണ്ട്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. M മുകുന്ദന്റെ ഒരു നോവലിൽ EMS പ്രതിപാദ്യമാകുന്നുണ്ട്. അങ്ങനെ EMSനെ പ്രതിപാദിക്കുന്ന M മുകുന്ദന്റെ നോവൽ ഏത് എന്ന് ചോദിക്കും. കേശവന്റെ വിലാപങ്ങൾ. കേശവന്റെ വിലാപങ്ങൾ എന്ന് പറയുന്ന M മുകുന്ദന്റെ നോവലിൽ പരാമർശിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ആര്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാട്. ഇനി അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്ര ഗ്രന്ഥമുണ്ട്. ആരുടെ? EMSന്റെ ഒരു ജീവചരിത്ര ഗ്രന്ഥം, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ് അറിയപ്പെടാത്ത EMS. ഏതാണ്? അറിയപ്പെടാത്ത EMS എന്നുള്ള ജീവചരിത്ര ഗ്രന്ഥം. EMSനെ കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്. ഏതാണ്? അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് വന്നാൽ 1959 ജൂലൈ 31 EMSന്റെ മന്ത്രിസഭ പിരിച്ചുവിടപ്പെട്ടു. പിന്നീട് വരുന്നത് പട്ടം താണുപിള്ള മന്ത്രിസഭയാണ്. പട്ടം താണുപിള്ള മന്ത്രിസഭ, അതായത് രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. അങ്ങനെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള അധികാരത്തിൽ വരുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു ചോദിച്ചാൽ EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരെന്ന് നിങ്ങൾക്ക് അറിയാം, PT ചാക്കോ. കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവ് ആരെന്ന് ചോദിക്കുമ്പോൾ ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്.
അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചൂടെ? കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിന്നീട് പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി, കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിന്നീട് പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. അത് രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവും കൂടിയാണ് എന്ന് ഓർക്കുക. പിന്നീട് അദ്ദേഹം 1967 വീണ്ടും മുഖ്യമന്ത്രി ആവത്തില്ലേ? 1967 വീണ്ടും EMS മുഖ്യമന്ത്രിയാവും. അപ്പൊ 2 തവണ കേരളത്തില് മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാലും, 2 തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാലും നമുക്ക് ആരുടെ പേര് പറയാൻ പറ്റും? EMSന്റെ പേര് പറയാനായിട്ട് പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തവണ അദ്ദേഹം അധികാരത്തിൽ വരുന്നത് 1967 ആ മന്ത്രിസഭയും 5 കൊല്ലം പൂർത്തിയാക്കിയില്ല. 1969 ആ മന്ത്രിസഭയും താഴെ വീണു. അതായത് EMSന്റെ 2 മന്ത്രിസഭകളും എന്ത് ചെയ്തിട്ടില്ല? കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. 1967 രണ്ടാമത് വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയായി, 69 വീണ്ടും എന്ത് ചെയ്യുന്നു? താഴെ വീഴുന്നു, അല്ലെ? അപ്പൊ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർക്കാനുള്ളത്, ആസൂത്രണ ബോർഡ് എന്താണ്? ആസൂത്രണ ബോർഡ്, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്? നല്ല ചോദ്യമാണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് സ്ഥാപിക്കപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ 1967 കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് സ്ഥാപിക്കപ്പെടുന്നത് 1967. അതായത് EMS മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് 1967. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? നമുക്കറിയാവുന്ന കാര്യമാണ്. ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ എപ്പോഴും എന്തായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. ഇപ്പോൾ കേരള സംസ്ഥാനത്തിന്റെ ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്, നിലവിലത്തെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ EMS നമ്പൂതിരിപ്പാടാണ്. ആദ്യ ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ MK ഹമീദ് എന്ന് പറയണം. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ MK ഹമീദ്. അപ്പൊ നമ്മൾ 1ാം കേരള നിയമസഭയും 1ാം കേരള മന്ത്രിസഭയുമാണ് പറഞ്ഞത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി. കേരളം 1956 ശേഷം എന്നുള്ള ആദ്യത്തെ ക്ലാസ്സിൽ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അത് EMS നമ്പൂതിരിപ്പാടായിരുന്നു, അല്ലെ? കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അത് PT ചാക്കോയായിരുന്നു, അല്ലെ? 1ാമത്തെ കേരള നിയമസഭ രൂപീകരിക്കപ്പെട്ടത് 1957 ഏപ്രിൽ 1 പക്ഷെ EMS സത്യപ്രതിജ്ഞ ചെയ്തത് 1957 ഏപ്രിൽ 5 പക്ഷേ 1ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27 അപ്പൊ ഇതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു 1959 ജൂലൈ 31 വിമോചന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ EMS ഗവൺമെന്റിനെ ആര് പിരിച്ചുവിടുന്നു? രാഷ്ട്രപതി പിരിച്ചുവിടുന്നു, അല്ലെ? ഇന്ത്യയിൽ ആദ്യമായിട്ട് 356 വകുപ്പ് അനുസരിച്ച് ഒരു സംസ്ഥാനത്തിലെ മന്ത്രിസഭയെ പിരിച്ചുവിടുന്നത് കേരളത്തിലാണ്. അത് ഏത് മന്ത്രിസഭയാണ്? ആദ്യത്തെ ഏഷ്യയിലെ തന്നെ ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ EMS മന്ത്രിസഭയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പഠിച്ചതാണ്. അതിനുശേഷം രാഷ്ട്രപതി ഭരണം നടക്കുന്നു, അതിനുശേഷം തെരഞ്ഞെടുപ്പ്, അതിനുശേഷം എന്ത് വരുന്നു? 2ാം കേരള നിയമസഭ രൂപം കൊള്ളുന്നു. അതിനുശേഷം 2ാം കേരള നിയമസഭ രൂപം കൊള്ളുന്നു. കാലഘട്ടം ഏതാണ്? 1960 മുതൽ 64 വരെ. 1960 മുതൽ 64 വരെ. ഇപ്പൊ ആരാണ് പുതിയ മുഖ്യമന്ത്രി? അതായത് കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. ഇപ്പോഴത്തെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? പട്ടം താണുപിള്ള, അല്ലെ? അപ്പൊ ആദ്യത്തെ മുഖ്യമന്ത്രി EMS, 2ാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. പട്ടം താണുപിള്ള ഏത് പാർട്ടിക്കാരനാണ്? പട്ടം താണുപിള്ള കോൺഗ്രസ്സുകാരനാണോ? അല്ല. പട്ടം താണുപിള്ളക്ക് വേറൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പൊ കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി അല്ല പട്ടം താണുപിള്ള, ഓർത്തു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണ്? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. ശരി, 2ാമത്തെ കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു?
EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടാണ്. ആദ്യം ആരായിരുന്നു? PT ചാക്കോ, കോൺഗ്രസ്സുകാരൻ. EMSO കമ്മ്യൂണിസ്റ്റുകാരൻ. അപ്പോൾ കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ ആരെന്ന് ചോദിച്ചാലോ EMS നമ്പൂതിരിപ്പാടാണ്, അല്ലെ? EMS നമ്പൂതിരിപ്പാടാണ്. ഇനി പട്ടം താണുപിള്ള ശരിക്കും സ്ഥലം എവിടെയാണ്? തിരുവിതാംകൂറുകാരനാണ്, അല്ലെ? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഒക്കെ സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ആര്? പട്ടം താണുപിള്ള, തിരുവിതാംകൂറുകാരനാണ്. അപ്പോ ആദ്യമായിട്ട് കേരള മുഖ്യമന്ത്രിയായ തിരുവിതാംകൂറുകാരൻ ആരെന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയാം? പട്ടം താണുപിള്ളയുടെ പേര് പറയാം. അതേസമയം EMS മലബാറുകാരനാണ്, പെരിന്തൽമണ്ണയാണല്ലോ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പട്ടം താണുപിള്ള തിരുവിതാംകൂറുകാരനാണ്. അപ്പൊ കേരള മുഖ്യമന്ത്രിയായ ആദ്യ തിരുവിതാംകൂറുകാരനാണ് പട്ടം താണുപിള്ള. അപ്പൊ അത്രയും അവിടെ ഓർക്കാലോ. ഇനി പട്ടം താണുപിള്ള മന്ത്രിസഭയുടെ പ്രത്യേകത എന്താണ്? ഒരു വളരെ വലിയ പ്രത്യേകതയാണ്, ചോദ്യ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭ. കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ള മന്ത്രിസഭയാണ്. ഇവിടെ നേരത്തെ ആദ്യം EMS ഭരിച്ചു, അത് കൂട്ടുകക്ഷി മന്ത്രിസഭയല്ല. കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? പല പാർട്ടികൾ ചേർന്ന് ഒരു ഭരണം നടത്തുമ്പോൾ, മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ നമ്മൾ അതിനെ കൂട്ടുകക്ഷി ഭരണം എന്ന് പറയും. ആദ്യത്തെ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് തന്നെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കൂട്ടുകക്ഷി ഭരണമല്ലായിരുന്നു. ഇതിപ്പോ കൂട്ടുകക്ഷി ഭരണമാണ്. അപ്പൊ കൂട്ടുകക്ഷി ഭരണത്തിലൂടെ ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയത് ആര് എന്ന് ചോദിച്ചാല് പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ളയെ കുറിച്ച് പിന്നെയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം, അദ്ദേഹം തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിയായിരുന്നു, അല്ലെ? പണ്ട്. പിന്നെ തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിയായിരുന്നു, അല്ലെ? ഇപ്പൊ എന്തുമായി? കേരളത്തിലെ മുഖ്യമന്ത്രിയായി. അപ്പൊ തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും കേരളത്തിലും മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയാം? പട്ടം താണുപിള്ളയുടെ പേര് പറയാം. പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച കേരളത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തി ആര്? 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച കേരളത്തിൽ മുഖ്യമന്ത്രിയായ ഒരേ ഒരു വ്യക്തി ആര്? ആരാണ്? പട്ടം താണുപിള്ള. വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ പറയും കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ ആരെന്ന് ചോദിച്ചാലും പട്ടം താണുപിള്ളയാണ്. ഇനി ഈ പട്ടം താണുപിള്ള മന്ത്രിസഭ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നു. രണ്ടാം കേരള നിയമസഭയിൽ ആദ്യമായിട്ടൊരു സംഭവം നടക്കുന്നു. അവിശ്വാസ പ്രമേയം വരുന്നു. ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം നേരിട്ട കേരള മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയണം? പട്ടം താണുപിള്ളയുടെ പേര് പറയണം. അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു, അതുകൊണ്ട് പട്ടം താണുപിള്ളയ്ക്ക് രാജിവെക്കേണ്ടി വന്നില്ല. പക്ഷേ അവിശ്വാസ പ്രമേയം നേരിട്ട കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ളയാണ്. അവിടെ വേറൊരു ചോദ്യത്തിനുള്ള സാധ്യത കൂടി വരുന്നില്ലേ? എന്താണ് ആ ചോദ്യം? കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആര് എന്നൊരു ചോദ്യം വരുന്നില്ലേ? കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാല് പരാജയപ്പെട്ടുവെങ്കിലും അത് അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാല് CG ജനാർദ്ദനനാണ്. അപ്പൊ കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് പട്ടം താണുപിള്ള മന്ത്രിസഭയ്ക്കെതിരായിട്ടാണ്. അതാരാണ്? CG ജനാർദ്ദനൻ ആണ്. ഇനി കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് മുന്നണിക്കകത്തുള്ള ചില പ്രശ്നങ്ങളൊക്കെ കാരണം പട്ടം താണുപിള്ള എന്ത് ചെയ്യുന്നു? രാജിവെക്കുന്നു. പട്ടം താണുപിള്ള രാജിവെക്കുന്നു. അപ്പൊ അതും ചോദ്യമാണ്. ആദ്യമായിട്ട് രാജിവെച്ച കേരള മുഖ്യമന്ത്രി, ആദ്യമായിട്ട് രാജിവെച്ച കേരള മുഖ്യമന്ത്രി EMS എന്ന് എഴുതരുത്. EMSനെ എന്താക്കിയതാണ്? പുറത്താക്കിയതാണ്. ആദ്യമായിട്ട് രാജിവെച്ച് സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാല് പട്ടം താണുപിള്ളയാണ്. അതിനുശേഷം പട്ടം താണുപിള്ള എന്താകുന്നു? അതിനുശേഷം പട്ടം താണുപിള്ള ഗവർണറായിട്ട് പോകുന്നു. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു, പിന്നീട് ഗവർണറായിട്ട് മാറിയ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് പട്ടം താണുപിള്ളയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുകയും പിന്നീട് പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഗവർണറായിട്ട് സേവനമനുഷ്ഠിക്കുകയും ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? പട്ടം താണുപിള്ളയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് ഓർത്തു വയ്ക്കണം, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. ഇനി അദ്ദേഹത്തിന് ഒരു പത്രമുണ്ടായിരുന്നു. ആ പത്രമാണ് കേരള ജനത. പട്ടം താണുപിള്ളയുടെ പത്രത്തിന്റെ പേരെന്താണ്?
കേരള ജനത. കഴിഞ്ഞ ദിവസം EMS ഒരു പത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. EMSന്റെ പത്രത്തിന്റെ പേരാണ് പ്രഭാതം എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ പട്ടം താണുപിള്ളയുടെ പത്രം എന്താണെന്ന് ചോദിച്ചാൽ കേരള ജനത എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് പട്ടം താണുപിള്ളയാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പം പട്ടം താണുപിള്ള രാജിവെച്ചു അല്ലെ. ഇപ്പൊ പുതിയ മുഖ്യമന്ത്രി ഉണ്ടാവും. നിയമസഭ അത് തന്നെ, രണ്ടാം നിയമസഭ തന്നെയാണ്. പുതിയ ആൾ എന്ത് ചെയ്യുന്നു, മുഖ്യമന്ത്രിയാകുന്നു. ആ ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ R ശങ്കറാണ്. പറഞ്ഞു വരുമ്പോൾ കേരളത്തിലെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് R ശങ്കർ. R ശങ്കറിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ പരീക്ഷകളിൽ ചോദ്യങ്ങളിൽ R ശങ്കർ എങ്ങനെയൊക്കെ ഉത്തരമാകും എന്ന് ചോദിച്ചാൽ, നേരത്തെ പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നു. പട്ടം താണുപിള്ള മന്ത്രിസഭയിൽ R ശങ്കർ എന്തായിരുന്നു? ഉപമുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ R ശങ്കറിന്റെ പേര് പറയാം. ഇതുവരെയുള്ള കേരളത്തിലെ നിയമസഭാ ചരിത്രം പരിശോധിച്ചാൽ ഇതുവരെ 3 ഉപമുഖ്യമന്ത്രിമാർ മാത്രമേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ആ 3 പേരിൽ ആദ്യമായത് R ശങ്കറാണ്. CH മുഹമ്മദ് കോയയും ഔക്കാദർ കുട്ടി നഹയും എന്തായിരുന്നു, കേരളത്തിൽ ഉപമുഖ്യമന്ത്രിമാരായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോ 3 പേർ ആരൊക്കെയാണ്? R ശങ്കർ, CH മുഹമ്മദ് കോയ, ഔക്കാദർ കുട്ടി നഹ. ഇവർ 3 പേരാണ് ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. അപ്പൊ അത് ഓർത്തു വയ്ക്കണം. അതിൽ ആദ്യമായത് R ശങ്കർ. ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിട്ടിരുന്നത് ആരെന്ന് ചോദിച്ചാൽ ഔക്കാദർ കുട്ടി നഹയാണ്. ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രി ആയിരുന്നത് ആരെന്ന് ചോദിച്ചാൽ ഔക്കാദർ കുട്ടി നഹയാണ്. അപ്പൊ ഇവിടെ R ശങ്കറിന്റെ കാര്യം പറയുമ്പോൾ ഉപമുഖ്യമന്ത്രിയായിരുന്ന് പിന്നീട് മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തി അങ്ങനെ ചോദിക്കാമല്ലോ. അതാരാണ്? R ശങ്കറാണ്. R ശങ്കറാണ്. R ശങ്കർ കോൺഗ്രസ്സുകാരനാണ്. R ശങ്കർ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, കോൺഗ്രസ്സുകാരനായ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര്? കോൺഗ്രസ്സുകാരനായ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും ആരുടെ പേര് പറയാം? R ശങ്കർ എന്ന് പറയാം. അതുപോലെ തന്നെ ഇദ്ദേഹം പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയായിരുന്നു. അതായത് ഈഴവ വിഭാഗത്തിൽപ്പെടുന്ന ആളായിരുന്നു ആര്? R ശങ്കർ. പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തി ആരാണ്? R ശങ്കറാണ്. SN ട്രസ്റ്റിന്റെ സ്ഥാപകനാണ് ആര്? R ശങ്കർ. അപ്പോ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ച, കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാലും R ശങ്കറാണ്. സാധാരണഗതിയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനകാര്യമന്ത്രിയാണ്. പക്ഷെ കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏത് മുഖ്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ R ശങ്കറാണ്. അപ്പൊ അതുകൂടി അവിടെ ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഏത് മുഖ്യമന്ത്രിയാണ് അവിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആദ്യമായിട്ട് കേരളത്തിൽ രാജിവെച്ചത്? ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? R ശങ്കറാണ് അല്ലെ. പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും അവിശ്വാസ പ്രമേയം വന്നു. പക്ഷെ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. അതുകൊണ്ട് പട്ടം താണുപിള്ളയ്ക്ക് രാജിവെക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ അവിശ്വാസ പ്രമേയം വിജയിച്ചു. ആര് രാജിവെക്കുന്നു? R ശങ്കർ രാജിവെക്കുന്നു. അപ്പൊ അവിടെയും ഒരു ചോദ്യമുണ്ട്. R ശങ്കർ മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതാര്? അദ്ദേഹം അവതരിപ്പിച്ചത് കൊണ്ടാണല്ലോ അത് വിജയിച്ചതും R ശങ്കർ പരാജയപ്പെട്ടതും. ആരെന്ന് ചോദിച്ചാൽ PK കുഞ്ഞാണ്. ആരാണ്? PK കുഞ്ഞ്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെടുന്നത് ഏത് മുഖ്യമന്ത്രിയാണ്? R ശങ്കർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. അതിന് കാരണക്കാരനായിട്ടുള്ള അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച നിയമസഭാംഗമാര്? PK കുഞ്ഞ്. അപ്പൊ ഇത് രണ്ടും മാറിപ്പോവോ? CG ജനാർദ്ദനൻ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. PK കുഞ്ഞിന്റെ അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് R ശങ്കർ എന്ത് ചെയ്യുന്നത്? രാജിവെക്കേണ്ടി വരുന്നത് അല്ലെ. അത് വിജയിച്ചതിനെ തുടർന്നാണ് R ശങ്കറിന് രാജിവെക്കേണ്ടി വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ഓർത്തു വെക്കേണ്ട വേറൊരു കാര്യം, R ശങ്കറിന് ഒരു പത്രമുണ്ട്. R ശങ്കർ സ്ഥാപിച്ച പത്രം ഏതെന്ന് ചോദിക്കും. ദിനമണി. R ശങ്കർ സ്ഥാപിച്ച പത്രം ഏതാണ്? ദിനമണി. നമ്മൾ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞു, EMS സ്ഥാപിച്ച പത്രമാണ് പ്രഭാതം. EMS സ്ഥാപിച്ച പത്രമാണ് പ്രഭാതമെങ്കിൽ R ശങ്കർ സ്ഥാപിച്ച പത്രം ഏതെന്ന് ചോദിച്ചതെന്ന് പറയാം. ദിനമണി. ഓർത്തു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ദിനമണി.
ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാം കേരള നിയമസഭയുടെ കാലത്ത് ചില കാര്യങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. ആദ്യമായിട്ട് മരണപ്പെട്ട നിയമസഭാംഗം, നിയമസഭാംഗമായിരിക്കെ മരണപ്പെട്ട ആദ്യത്തെ വ്യക്തി, അല്ലെ, MLA ആയിരിക്കുമ്പോൾ മരണപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ AR മേനോനാണ്, അല്ലെ. നമുക്കറിയാം ഡോക്ടർ AR മേനോൻ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു. ഇപ്പൊ രണ്ടാം നിയമസഭയിൽ അയാൾ മന്ത്രിയല്ല, കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു, അല്ലെ. അദ്ദേഹമാണ് മരണപ്പെട്ട ആദ്യത്തെ നിയമസഭാംഗം. അതേസമയം കേരളത്തിൽ മന്ത്രിയായിരിക്കുമ്പോൾ മരണപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ VK വേലപ്പനാണ്. മന്ത്രിയായിരിക്കുമ്പോൾ മരണപ്പെട്ട ആദ്യത്തെ വ്യക്തി VK വേലപ്പൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. AR മേനോൻ നിയമസഭാംഗം, VK വേലപ്പൻ മന്ത്രിയായിരുന്നപ്പോൾ മരണപ്പെട്ടു. ഇനി അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലത്ത്, അതായത് രണ്ടാം നിയമസഭയുടെ ഈ കാര്യം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. 1961 അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാര്? 1961 അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് നേതാവ് ആര് എന്നൊരു ചോദ്യം വരും. അപ്പൊ നിങ്ങൾക്ക് ഈ അമരാവതി എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ, അമരാവതി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിന്റെ ഇന്നത്തെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ആണ് അമരാവതി, ആന്ധ്രാപ്രദേശിൽ. ഇത് ആ അമരാവതി അല്ല. ഇവിടെ പറയുന്ന അമരാവതി കേരളത്തിൽ ഇടുക്കിയിലുള്ള ഒരു അമരാവതിയാണ്. ഇടുക്കിയിൽ ഉള്ള കുമിളിക്കടുത്തുള്ള ഒരു സ്ഥലമാണ് അമരാവതി. അപ്പൊ 1961 അമരാവതി സത്യാഗ്രഹത്തെ നയിച്ച നേതാവ് ആരെന്ന് ചോദിച്ചാൽ AK ഗോപാലനാണ്. ഇടുക്കി അണക്കെട്ട് പണിയുന്ന സമയത്ത് അവിടെ നിന്ന് കുറെ കർഷകർ എന്ത് ചെയ്യുന്നു, പട്ടം താണുപിള്ള മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒഴിപ്പിക്കുന്നു. അവരെ അമരാവതിയിലാണ് പുനരധിവസിപ്പിച്ചത്. അപ്പൊ അതിനെതിരെയുള്ള ഒരു സമരമായിരുന്നു അമരാവതി സത്യാഗ്രഹം, വിജയമായിരുന്നു. അപ്പോൾ 1961 അമരാവതി സത്യാഗ്രഹത്തെ നയിച്ചത് AK ഗോപാലൻ. ഓർത്തു വെച്ച ഒരു മാർക്ക്, വിലപ്പെട്ട ഒരു മാർക്ക്. അങ്ങനെ രണ്ടാം കേരള നിയമസഭ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് R ശങ്കർ രാജിവെക്കുന്നതോടുകൂടി അതിന്റെ കാലാവധി തീരുന്നു. കാലാവധി പൂർത്തിയാക്കിയില്ല. 60 തൊട്ട് 64 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ രണ്ട് നിയമസഭകളും കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. ഇതുവരെയുള്ള ഒരു മുഖ്യമന്ത്രിമാരും 5 കൊല്ലം എന്നുള്ള കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. അതിനുശേഷം എന്ത് നടക്കുന്നു? തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മൂന്നാം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. ഒരു പാർട്ടിക്കും വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോ കേരളത്തില് മൂന്നാമത്തെ രാഷ്ട്രപതി ഭരണം വരും. കേരളത്തിൽ മൂന്നാമത്തെ രാഷ്ട്രപതി ഭരണം. ആദ്യത്തെ രാഷ്ട്രപതി ഭരണം എപ്പോഴാണ്? കേരളം രൂപം കണ്ട സമയത്ത് EMS മുഖ്യമന്ത്രി ആകുന്നത് വരെ ഒരു രാഷ്ട്രപതി ഭരണം ഉണ്ടായിരുന്നു. രണ്ടാമത്തത് അദ്ദേഹത്തിനെ പുറത്താക്കിക്കൊണ്ടുള്ള രാഷ്ട്രപതി ഭരണം. മൂന്നാമത്തെ രാഷ്ട്രപതി ഭരണം വരുന്നത് ഈ 1964 കഴിഞ്ഞിട്ടുള്ള സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തതിനെ തുടർന്നാണ്. അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന രാഷ്ട്രപതി ഭരണം. നമ്മൾ വേറൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ 7 തവണ രാഷ്ട്രപതി ഭരണം വന്നിട്ടുണ്ട്, അല്ലെ? കേരളത്തിൽ ആകെ 7 തവണ രാഷ്ട്രപതി ഭരണം വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നീണ്ടുനിന്ന രാഷ്ട്രപതി ഭരണം എത്രാമത്തേതെന്ന് ചോദിച്ചാൽ മൂന്നാമത്തേതാണ്. 64 മുതൽ 67 വരെ നീണ്ടുനിന്ന മൂന്നാമത്തെ രാഷ്ട്രപതി ഭരണമാണ് ഏറ്റവും ദൈർഘ്യമേറിയ കേരളത്തിലെ രാഷ്ട്രപതി ഭരണം. ഇതവിടെ ഓർത്തു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 1925 കാൺപൂരിലാണ്, അല്ലെ? ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ മണ്ണിൽ ആരംഭിക്കുന്നത് 1925 കാൺപൂരിലാണെന്നറിയാം, അല്ലെ? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് പിളരുന്നു. അങ്ങനെയാണ് CPI CPM എന്ന് മാറുന്നത്. ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം വേറൊരു വകതിരിവ് കൂടി ഉണ്ടല്ലോ, CPIM. എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞത് എന്ന് കൂടി ആലോചിക്കണം. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ് എന്നാണെന്ന് പരീക്ഷയ്ക്ക് പഠിച്ചു
വെച്ചേക്കണം. കേരള ചരിത്രം പഠിക്കുമ്പോൾ, കേരളത്തിലെ രാഷ്ട്രീയം പഠിക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. 1964. എന്തായാലും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നു, ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ EMS വീണ്ടും മുഖ്യമന്ത്രിയായി. അപ്പോൾ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 തവണ മുഖ്യമന്ത്രി ആയത് ആര്? EMS ആണ് അല്ലെ. തുടർച്ചയായിട്ടല്ല, 2 തവണ മുഖ്യമന്ത്രി ആയത് ആരാണ്? EMS ആണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യവും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. 1967 കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുന്ന 1967 പഠിച്ചായിരുന്നു. ആ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുന്നത് ആരുടെ കാലത്താണ്? EMS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരിക്കും. ആരായിരിക്കും? മുഖ്യമന്ത്രിയായിരിക്കും. അപ്പൊ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയാം? EMS എന്ന് പറയാം. ഇനി കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ 1969 ആയപ്പോൾ EMS എന്ത് ചെയ്യുന്നു? രാജിവെക്കുന്നു. മുന്നണിയിലെ ചില പ്രശ്നങ്ങൾ കാരണം EMS മന്ത്രിസഭ മുമ്പോട്ട് പോയില്ല. EMS രാജിവെക്കുന്നു. അപ്പൊ ആദ്യത്തെ തവണയും അദ്ദേഹത്തിന് കാലാവധി പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഇപ്പൊ 2ാമത്തെ തവണയും അദ്ദേഹത്തിന് കാലാവധി പൂർത്തിയാക്കാനായിട്ട് പറ്റിയില്ല. അതിനുശേഷം മുഖ്യമന്ത്രിയായത് ആരെന്ന് ചോദിച്ചാൽ C. അച്യുതമേനോനാണ്. അതേ നിയമസഭയാണ്, 3ാം നിയമസഭയിൽ ആര് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വരുന്നു? C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു അല്ലെ. അപ്പൊ ഇതുവരെ എത്ര മുഖ്യമന്ത്രിയായി? ആദ്യം EMS, പിന്നീട് അത് കഴിഞ്ഞിട്ട് പട്ടം താണുള്ള R. ശങ്കർ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആരാണ്? C. അച്യുതമേനോൻ അല്ലെ. 4ാമത്തെ വ്യക്തി, 5ാമത്തെ മുഖ്യമന്ത്രി അല്ലെ. 4ാമത്തെ വ്യക്തി എന്ന് പറയാം, 5ാമത്തെ മുഖ്യമന്ത്രി എന്ന് പറയാം. ആരാണ്? C. അച്യുതമേനോൻ. C. അച്യുതമേനോൻ അങ്ങനെ മുഖ്യമന്ത്രിയാകുന്നത് EMSന് ശേഷം 69-ലാണ്. അവിടെ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ മുഖ്യമന്ത്രി ആര്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആരാണ്? C. അച്യുതമേനോൻ. ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ C. അച്യുതമേനോനാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഓർക്കാമല്ലോ. അത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് C. അച്യുതമേനോൻ മന്ത്രിസഭയും കാലാവധി പൂർത്തിയാക്കൂല, പെട്ടെന്ന് താഴെ വീഴും. അപ്പോൾ 3ാം കേരള നിയമസഭ 67 മുതൽ 70 വരെ മാത്രമേ ഉള്ളൂ. ആ ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയതിനു ശേഷം ഉടനെ തന്നെ ആരുടെ മന്ത്രിസഭയും താഴെ വീഴും? C. അച്യുതമേനോൻ മന്ത്രിസഭയും താഴെ വീഴും. അത് കഴിഞ്ഞിട്ട് 4ാം കേരള നിയമസഭ. 4ാം കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി ആയത് ആരാണ്? C. അച്യുതമേനോൻ തന്നെ. അപ്പൊ ഇവിടെ ഒരു ചോദ്യമായില്ലേ, തുടർച്ചയായിട്ട് 2 തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി C. അച്യുതമേനോൻ, 2 തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി EMS, തുടർച്ചയായ 2 തവണ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായത് ആരെന്ന് ചോദിച്ചാൽ C. അച്യുതമേനോൻ. ഇപ്പൊ പിണറായി വിജയനും തുടർച്ചയായിട്ട് 2 തവണ മുഖ്യമന്ത്രിയായ ആളാണ്. പക്ഷെ ആദ്യം ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? C. അച്യുതമേനോനാണ്. അപ്പൊ ആ അച്യുതമേനോൻ മന്ത്രിസഭയുടെ കാലാവധി നോക്ക്, 970 മുതൽ 77 വരെയാണ്. 970 മുതൽ 77 വരെ. 4ാം കേരള നിയമസഭ 970 മുതൽ 77 വരെ. സാധാരണഗതിയിൽ ഒരു നിയമസഭയുടെ കാലാവധി 5 കൊല്ലമാണ്. ഇത് 7 കൊല്ലം വന്നിരിക്കുന്നു. എന്തുകൊണ്ട്? ആ സമയത്ത് അടിയന്തരാവസ്ഥ, 975 ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ. അപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന് കൂടുതൽ കാലാവധി കിട്ടി. അപ്പോൾ കേരളത്തിലെ ഇതുവരെയുള്ള ആ നിയമസഭാ ചരിത്രം പരിശോധിക്കുമ്പോൾ 15 നിയമസഭയായി. ആ 15 നിയമസഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും കാലാവധി കൂടുതലുള്ള നിയമസഭ ഏതെന്ന് ചോദിച്ചാൽ ഏത് നിയമസഭയാണ്? 4ാം കേരള നിയമസഭയാണ്. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് കേരളത്തില് മുഖ്യമന്ത്രിയായിരുന്നത് ആര്? അത് C. അച്യുതമേനോൻ. അവിടെ കുറെ ചോദ്യങ്ങൾ അതുപോലെയുള്ളതുണ്ട് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായതാണ് K. കരുണാകരൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് E.K. നായനാരുടെ പേര് പറയും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയായിരുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയും? അത് C. അച്യുതമേനോന്റെ പേര് പറയും. അപ്പൊ അത് നമുക്ക് പറയാം. ഇനി അത് കഴിഞ്ഞിട്ട്
അച്യുതമേനോന്റെ കാര്യം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. ഇദ്ദേഹം കൊച്ചിക്കാരനാണ്. അച്യുതമേനോൻ കൊച്ചിക്കാരനാണ്. നിങ്ങൾക്കറിയാം, കൊച്ചിയിൽ പണ്ട് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു, അല്ലെ? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയുടെ നേതാവായിരുന്ന ആളാണ് സി അച്യുതമേനോൻ. ആ സമയത്താണ് കൊച്ചിയിലെ വൈദ്യുത സമരം നടക്കുന്നത്. 1936 കൊച്ചിയിലെ വൈദ്യുത സമരം. ആ വൈദ്യുത സമരത്തെയൊക്കെ നയിച്ച ഒരു നേതാവ് കൂടിയാണ്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാവ് എന്നുള്ള രീതിയിൽ നയിച്ച ആൾ കൂടിയാണ് ആര്? ഈ പറഞ്ഞ സി അച്യുതമേനോൻ. അദ്ദേഹം ഇപ്പൊ എന്തായിരിക്കുന്നു? കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. അപ്പൊ അങ്ങനെയും ചോദ്യം ചോദിക്കാമല്ലോ. 1936 കൊച്ചിയിലെ വൈദ്യുത സമരത്തിന് നേതൃത്വം കൊടുത്തയാൾ പിന്നീട് കേരളത്തിലെ മുഖ്യമന്ത്രിയായി. ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സി അച്യുതമേനോനാണ്. ഇനി അതുപോലെ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു വിദ്യാകേന്ദ്രമുണ്ട്. തിരുവനന്തപുരത്ത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഗവേഷണ സ്ഥാപനമാണ്. അത് സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാല് സി അച്യുതമേനോനാണ്. ഇപ്പൊ സി അച്യുതമേനോന്റെ കാര്യത്തിൽ ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയാണ്. തിരുവനന്തപുരത്ത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ആരംഭിച്ച മുഖ്യമന്ത്രിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മുല്ലപ്പെരിയാർ പാട്ടക്കരാറ് തമിഴ്നാടിന് പുതുക്കി നൽകിയ കേരളത്തിലെ മുഖ്യമന്ത്രി, അല്ലെ? മുല്ലപ്പെരിയാർ പാട്ടക്കരാർ 1886 ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് ആദ്യം ഒപ്പുവെക്കുന്നത്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ 1886 ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് 999 കൊല്ലത്തേക്ക് തമിഴ്നാടിന് പാട്ടത്തിന് കൊടുത്തുകൊണ്ടുള്ള ഒരു കരാറാണ്. ആ കരാർ പുതുക്കി നൽകിയ കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? സി അച്യുതമേനോനാണ്. സി അച്യുതമേനോനാണ്. ഇത് പറയുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് അച്യുതമേനോന്റെ കാര്യത്തിൽ ഓർത്തിരിക്കേണ്ടത്. ഞാൻ അത് വിട്ടുപോയി. നമുക്ക് 3ാം കേരള നിയമസഭ പറഞ്ഞു, അവിടെ EMS രാജിവെച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായെന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അന്ന് സി അച്യുതമേനോൻ രാജ്യസഭാംഗമായിരുന്നു. അന്ന് EMS രാജിവെക്കുമ്പോൾ സി അച്യുതമേനോൻ രാജ്യസഭാംഗമായിരുന്നു. പെട്ടെന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു? രാജ്യസഭാംഗത്വം രാജിവെച്ചിട്ട് മുഖ്യമന്ത്രിയായി. അപ്പൊ ഇദ്ദേഹം എന്തല്ല? നിയമസഭയിൽ അംഗമല്ല. നിയമസഭയിൽ അംഗമല്ല. മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് പിന്നീട് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ഇദ്ദേഹം മുഖ്യമന്ത്രിയായത്. അപ്പൊ അവിടെ വേറൊരു ചോദ്യം ചോദിക്കാമല്ലോ. നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി എന്ന് ചോദിക്കാമല്ലോ. നിയമസഭാംഗം ആയിരുന്നില്ല, അയാൾ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് നിയമസഭാംഗമായത്. അതാരാണ് ചോദിച്ചാൽ സി അച്യുതമേനോൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിയമസഭാ മണ്ഡലവും കൂടെ ഓർത്തു വെച്ചോ, കൊട്ടാരക്കരയാണ്. ഏതാണ്? അന്ന് അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ നിന്നാണ്? കൊട്ടാരക്കര എന്നാണ്. അപ്പൊ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ കാര്യം കൂടി നമ്മൾ ആരുടെ കാര്യത്തിൽ പറഞ്ഞു? സി അച്യുതമേനോന്റെ കാര്യത്തിൽ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. സി അച്യുതമേനോന്റെ ആത്മകഥ. സി അച്യുതമേനോന്റെ ആത്മകഥയാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ. എൻ്റെ ബാല്യകാല സ്മരണകൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ച ആത്മകഥയാണ് സി അച്യുതമേനോന്റെ ആത്മകഥ, എൻ്റെ ബാല്യകാല സ്മരണകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു EMSന്റെ ആത്മകഥയാണ് ആത്മകഥ. EMSന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്, അല്ലെ? ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ്? പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ ബാല്യകാല സ്മരണകൾ. ഇനി അത് കഴിഞ്ഞിട്ട് ഈ കാലഘട്ടത്തിൽ, അതായത് 1970 മുതൽ 77 വരെ 4ാം കേരള നിയമസഭയുടെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. കേരളത്തിലെ ആദ്യത്തെ ഭവന പദ്ധതി എന്ന് പറയാവുന്ന പദ്ധതിയാണ് ലക്ഷം വീട് പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ഭവന പദ്ധതി എന്ന് പറയാവുന്ന പദ്ധതിയാണ് ലക്ഷം വീട് പദ്ധതി. ലക്ഷം വീട് പദ്ധതി എവിടെ എന്ന് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ 1972 ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. എവിടെയാണ് എന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിൽ നമ്മുടെ ചടയമംഗലത്തിനടുത്തൊരു സ്ഥലമുണ്ട്, ചിതറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ലക്ഷം വീട് പദ്ധതി ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഏത് ജില്ലയിൽ? കൊല്ലം ജില്ലയിൽ. എവിടെ? ചിതറ. ഏത് വർഷം? 1972. ആര് എന്ന് കൂടി ചോദിക്കും. ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആരാണ്? MN ഗോവിന്ദനാണ്. MN ഗോവിന്ദൻ നായർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. MN ഗോവിന്ദൻ നായർ ആണ് ലക്ഷം വീട് പദ്ധതിക്ക് 1972 കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തിനടുത്ത് ചിതറയിൽ തുടക്കമിടുന്നത്. ഓർത്തു വെക്കണം, ഒരു മാർക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് ആ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. സ്റ്റീഫൻ പാദുവ
പാതുവ ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭയിൽ അംഗമായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭയിൽ അംഗമായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരെന്ന് ചോദിച്ചാൽ സ്റ്റീഫൻ പാതുവയാണ്. ആരാണ്? സ്റ്റീഫൻ പാതുവ. കേരള നിയമസഭയിൽ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? കേരള നിയമസഭയിൽ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി അത് വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് ആണ്. ഇന്ന് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടോ? ഇപ്പൊ 15ാം കേരള നിയമസഭ, അവിടെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടോ? ഇല്ല. അപ്പൊ ഏറ്റവും ഒടുവിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടായിരുന്നത് ഏത് നിയമസഭയിലാണ്? 14ാം നിയമസഭയിലാണ്, അല്ലെ? 14ാം നിയമസഭയിൽ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി നിയമസഭയിൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജോൺ ഫെർണാണ്ടസ് ആണ്. ആരാണ്? ജോൺ ഫെർണാണ്ടസ് ആണ്. അപ്പൊ അത്രയും കാര്യം അവിടെ ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 5ാം കേരള നിയമസഭയിലോട്ട് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എവിടെയുണ്ട്? 5ാം കേരള നിയമസഭയിലുണ്ട്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇതാണ്, ആദ്യമായിട്ട് കേരള നിയമസഭയുടെ സ്ട്രെങ്ത് 140 കേരള നിയമസഭയുടെ സ്ട്രെങ്ത് 140 അല്ലെ? പണ്ട് നമ്മൾ പറഞ്ഞു EMSന്റെ കാലത്ത് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 126 സീറ്റുകളിലോട്ടാണ് തെരഞ്ഞെടുപ്പ്. ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി, അങ്ങനെ മൊത്തം 127 അംഗങ്ങൾ അല്ലെ? ഇവിടെ ഇപ്പൊ മണ്ഡലങ്ങൾ എത്രയായി? 140 മണ്ഡലങ്ങളായി. അപ്പൊ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ 140 ആയതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് 5ാം കേരള നിയമസഭയിലോട്ടാണ്. 5ാം കേരള നിയമസഭയ്ക്ക് കാലാവധി വളരെ കുറവാണ്. നോക്ക്, 977 മുതൽ 79 വരെ. പക്ഷെ അതിനകത്ത് എത്ര മുഖ്യമന്ത്രിമാരുണ്ടെന്ന് നോക്ക്. എത്ര മുഖ്യമന്ത്രിമാർ? ഇപ്പൊ 2ാം കേരള നിയമസഭയിൽ 2 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. 3ാം കേരള നിയമസഭയിൽ 2 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു, അല്ലെ? 4ാം കേരള നിയമസഭയിൽ ഒറ്റ മുഖ്യമന്ത്രിയാണ്. ആര്? സി അച്യുതമേനോൻ. വേറൊരു കാര്യം കൂടി, അദ്ദേഹം കാലാവധി തികച്ചു, അല്ലെ? അപ്പൊ കാലാവധി തികച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും ആരാണ്? സി അച്യുതമേനോനാണ്. കാലാവധി തികച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും സി അച്യുതമേനോനാണ്. 5ാം കേരള നിയമസഭയുടെ കാര്യം നോക്ക്, 4 മുഖ്യമന്ത്രിമാരുണ്ട്. അപ്പോ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നത് ഏത് കേരള നിയമസഭയിൽ എന്നൊരു ചോദ്യം ചോദിച്ചാൽ 5ാം കേരള നിയമസഭയിലാണ്. സ്ട്രെങ്ത്, നിയമസഭാംഗങ്ങളുടെ സ്ട്രെങ്ത് 140 ആദ്യ നിയമസഭ ഏതെന്ന് ചോദിച്ചാൽ 5ാം കേരള നിയമസഭയാണ്. നോക്ക്, 5ാം കേരള നിയമസഭയിൽ എത്ര മുഖ്യമന്ത്രിമാരാ? ഒരാള് കെ കരുണാകരൻ, ഒരാള് കെ കരുണാകരൻ, വേറൊരാള് AK ആന്റണി, വേറൊരാള് PK വാസുദേവൻ നായർ, വേറൊരാള് CH മുഹമ്മദ് കോയ. അതില് ആദ്യത്തെ ആളെ എടുക്കാം, കെ കരുണാകരൻ. നേരത്തെ 4ാം കേരള നിയമസഭയിൽ അച്യുതമേനോൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആര്? കെ കരുണാകരൻ. ആ പറഞ്ഞ ആള് പിന്നീട് എന്താകുന്നു? 5ാം കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയാവുന്നു. പക്ഷെ 33 ദിവസം മാത്രമേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം അതിനു മുമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് ഒരാളെ ജയിലിലിട്ട് കൊന്നു എന്നുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. രാജൻ കേസ് എന്ന് പറയുന്ന നക്സലേറ്റ് കേസ്, രാജൻ കേസ്. ആ രാജൻ കേസിൽ കോടതി പരാമർശം വന്നു. ആ കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? രാജിവെക്കുന്നു, അല്ലെ? അപ്പൊ കെ കരുണാകരൻ അന്ന് എത്ര ദിവസമാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭ ഉണ്ടായിരുന്നത്? 33 ദിവസം. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കെ കരുണാകരനാണ്. ഏറ്റവും കുറച്ചു നാൾ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി എന്നുള്ളതല്ല, ഏറ്റവും കുറച്ചു നാൾ, ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ ഏറ്റവും കുറച്ചു നാൾ മുഖ്യമന്ത്രി ആയിരുന്ന ആളെന്നല്ല, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി കെ കരുണാകരൻ 33 ദിവസം. ഇദ്ദേഹമോ? അച്യുതമേനോനോ? 7 കൊല്ലം. ഏറ്റവും ദൈർഘ്യമേറിയ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്തു. അത് കഴിഞ്ഞ് വന്നതാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മന്ത്രിസഭ, അല്ലെ? കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ. എത്ര ദിവസം? 33 ദിവസം കെ കരുണാകരൻ, അല്ലെ? കോടതി പരാമർശത്തെ തുടർന്ന്
തുടർന്ന് രാജിവെച്ച ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ കെ കരുണാകരനാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് ആര്? കെ കരുണാകരൻ. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. വേറെയും ചോദ്യം ചോദിക്കാം, ഏറ്റവും കൂടുതൽ കാലം ക്യാബിനറ്റ് പദവി കേരളത്തിൽ വഹിച്ചിരുന്നത് ആര്? ഏറ്റവും കൂടുതൽ കാലം ക്യാബിനറ്റ് പദവി, അല്ലെ? ക്യാബിനറ്റ് പദവി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെ ക്യാബിനറ്റ് പദവിയാണ്. വേറൊരാൾ കൂടി ഉണ്ട്. ആർക്കാണത്? പ്രതിപക്ഷ നേതാവിന് കൂടി ക്യാബിനറ്റ് പദവിയുണ്ട്, അല്ലെ? അപ്പൊ ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് കുറെ കാലം ഇരുന്നിട്ടുണ്ട്, അതുപോലെ പ്രതിപക്ഷ നേതാവായിട്ടും കുറെ കാലം ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാലം ക്യാബിനറ്റ് പദവി വഹിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാലും ആരുടെ പേര് പറയാം? കെ കരുണാകരന്റെ പേര് പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് കെ കരുണാകരൻ ഇപ്പോഴല്ല പിന്നീട് കാലാവധിയും തികച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കാലാവധി തികച്ച ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആര്? അതാരാണ്? കെ കരുണാകരനാണ്. അതേസമയം കാലാവധി തികച്ച ആദ്യത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ സി അച്യുതമേനോനാണ്. കാലാവധി തികച്ച ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് കെ കരുണാകരനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അദ്ദേഹം തിരുക്കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്നു. ആരെ? കെ കരുണാകരൻ തിരുക്കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്നു, കേരള നിയമസഭയിൽ അംഗമായിരുന്നു, ലോക്സഭയിൽ അംഗമായിരുന്നു, രാജ്യസഭയിൽ അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയും സ്ഥലങ്ങളിൽ അദ്ദേഹം അംഗമായിരുന്നു. എവിടെയൊക്കെ? തിരുക്കൊച്ചി നിയമസഭയിൽ, കേരള നിയമസഭയിൽ, ലോക്സഭയിൽ, അതുപോലെ രാജ്യസഭയിൽ. അപ്പൊ ഇവിടെ എല്ലാം അംഗമായിരുന്ന ഏക വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കെ കരുണാകരനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കെ കരുണാകരൻ 33 ദിവസത്തിന് ശേഷം രാജിവെക്കുമ്പോൾ എ.കെ. ആന്റണി എന്ത് ചെയ്യുന്നു? മുഖ്യമന്ത്രിയാവുന്നു. 5ാം കേരള നിയമസഭയിൽ തന്നെ പുതിയ മുഖ്യമന്ത്രിയാവുന്നു. എ.കെ. ആന്റണിയുടെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്? ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി, ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി. ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയെ നമുക്കറിയാം. ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആരാണ്? വി.എസ്. അച്യുതാനന്ദനാണ്, അല്ലെ? ഏറ്റവും പ്രായം കൂടിയ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വി.എസ്. അച്യുതാനന്ദനാണ്. ഇതുവരെയുള്ള കേരള നിയമസഭാ ചരിത്രം വെച്ച് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടിയ പ്രായത്തിൽ നിയമസഭാംഗമായ വ്യക്തിയും ആരാണ്? അച്യുതാനന്ദനായിരുന്നു. ഏറ്റവും പ്രായക്കൂടുതലുള്ള നിയമസഭാംഗവും ഇതുവരെയുള്ള കേരള ചരിത്രത്തിന്റെ നിയമസഭാ രേഖകൾ പരിശോധിച്ചാൽ ആരാണ്? വി.എസ്. അച്യുതാനന്ദനാണ്. ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയും വി.എസ്. അച്യുതാനന്ദനാണ്. അതേസമയം ഇപ്പൊ ഇവിടെ പറയുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? എ.കെ. ആന്റണിയാണ്. അത് മാത്രമല്ല അദ്ദേഹം അവിവാഹിതനുമായിരുന്നു അന്ന്. പിന്നീട് എലിസബത്തിനെ വിവാഹം കഴിച്ചു. അന്ന് അവിവാഹിതനായിരുന്നു. അപ്പൊ അവിവാഹിതനായ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും ആരാണ്? എ.കെ. ആന്റണിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എ.കെ. ആന്റണിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ കൊള്ളാവുന്നത്, മുഖ്യമന്ത്രി ആയതിനു ശേഷം കേന്ദ്രമന്ത്രിയായ ആദ്യ വ്യക്തി. മുഖ്യമന്ത്രിയായതിനു ശേഷം കേന്ദ്രമന്ത്രിയായ ആദ്യ വ്യക്തി. നമുക്കറിയാം അദ്ദേഹം എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന ആളാണ്, അല്ലെ? പ്രതിരോധ മന്ത്രിയായ രണ്ടാമത്തെ മലയാളിയാണ്. ആദ്യം വി.കെ. കൃഷ്ണമേനോൻ കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയായിരുന്നു. അതിനുശേഷം പ്രതിരോധ മന്ത്രിയായ രണ്ടാമത്തെ മലയാളിയാണ് എ.കെ. ആന്റണി. അപ്പൊ നമുക്ക് ഇങ്ങനെയും പറയാം, മുഖ്യമന്ത്രി ആയതിനു ശേഷം കേന്ദ്രമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ആര്? എ.കെ. ആന്റണി എന്ന് പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് 1996 ചാരായ നിരോധനം കേരളത്തിൽ നടപ്പിലാക്കിയ 1996 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 കൂടി ഓർത്ത് വെച്ചോ. അപ്പൊ അതിന്റെ ഒരു രസം പിടികിട്ടും. 1996 ഏപ്രിൽ 1 ചാരായ നിരോധനം കേരളത്തിൽ നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും ആരാണ്? അത് എ.കെ. ആന്റണിയാണ്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ വേതനം നൽകിയ മുഖ്യമന്ത്രി, തൊഴിലില്ലായ്മ വേതനം ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും എ.കെ. ആന്റണിയാണ്. എ.കെ. ആന്റണിയുടെ കാര്യം പറയുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമുണ്ട്. 1957-58 കാലഘട്ടത്തിൽ നടന്ന ഒരു വിദ്യാർത്ഥി സമരമുണ്ട്, ഒരണ സമരം. വിദ്യാർത്ഥികളുടെ യാത്രാക്കൂലി അന്ന് EMS ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. അതിനെതിരെയുള്ള ഒരു സമരമാണ് ഒരണ സമരം. KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം സ്ഥാപിക്കപ്പെടുകയും അതിന്റെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായിട്ടുള്ളത്
നടന്നത് എന്ന് പറയാവുന്ന ഒരു സമരമാണ് ഒരണ സമരം. കെ കേളപ്പൻ എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ് അത് അവസാനം ആ സമരം ഒത്തുതീർപ്പാകുന്നത്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളെല്ലാം ഗവൺമെന്റ് അംഗീകരിച്ചു. അതാണ് ഒരണ സമരം. ആ ഒരണ സമരവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലെ പിന്നീട് വളർന്നു വന്ന നേതാക്കളാണ് ഒന്ന് വയലാർ രവി, വേറൊന്ന് AK ആന്റണി. ഒരണ സമരവുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥി നേതാവ് പിന്നീട് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ആര് എന്ന് ചോദിച്ചാൽ AK ആന്റണിയാണ്. ഒരണ സമരത്തിലൂടെ ശ്രദ്ധ നേടിയ നേതാവാണ് വയലാർ രവി. അന്ന് KSUവിന്റെ നേതാവ് ശരിക്കും ആരാണ്? വയലാർ രവിയാണ്. അതുകൂടി ഓർത്തു വെക്കണം. അപ്പൊ ഒരണ സമരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാർത്ഥി സമരമാണ്. അപ്പൊ തൊഴിലില്ലായ്മ വേതനം കൊടുത്ത മുഖ്യമന്ത്രി ആരാണ്? AK ആന്റണി. AK ആന്റണിയും കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം രാജിവെക്കും. പിന്നീട് പുതിയ ഒരു മുഖ്യമന്ത്രി അതേ നിയമസഭയിൽ തന്നെ വരും. ആരാണ്? PK വാസുദേവൻ നായർ. PK വാസുദേവൻ നായർ CPI കാരനാണ്. PK വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. മന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. എവിടെ? 5ാം കേരള നിയമസഭയിൽ. ഒരേ നിയമസഭയിൽ മന്ത്രിയായിരിക്കുക, പിന്നീട് മുഖ്യമന്ത്രിയാവുക, പിന്നീട് അതേ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുക. ഇങ്ങനെ ആയിട്ടുള്ള ഒരേ ഒരാളെ ഉള്ളൂ. ആരാണ്? PK വാസുദേവൻ നായർ. അപ്പോൾ ഒരേ നിയമസഭയിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന വ്യക്തി ആര് എന്നുള്ള ഒറ്റ ചോദ്യമേ ആരുടെ കാര്യത്തിൽ ചോദിക്കുള്ളൂ? PK വാസുദേവൻ നായരുടെ കാര്യത്തിൽ ചോദിക്കുള്ളൂ. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി അദ്ദേഹം രാജിവെക്കും. അതിനുശേഷം പുതിയ ഒരു മുഖ്യമന്ത്രി വരും. CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്നത്, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മന്ത്രിസഭയെ നയിച്ചതാണ് K കരുണാകരൻ എന്ന് പറയുന്നത്. അതേസമയം ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ളത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് പാർട്ടിക്കാരനാണ്. CH മുഹമ്മദ് കോയ. അദ്ദേഹം മുഖ്യമന്ത്രിയായി. പക്ഷെ അതിനു മുമ്പ് സ്പീക്കറായിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ കേരള നിയമസഭാ ചരിത്രത്തിലെ സ്പീക്കർ ആരെന്ന് ചോദിച്ച CH മുഹമ്മദ് കോയയാണ്. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ ആരെന്ന് ചോദിച്ച ആരാണ്? CH മുഹമ്മദ് കോയ ആയിരുന്നു. CH മുഹമ്മദ് കോയ സ്പീക്കർ ആകുന്ന സമയത്ത് അദ്ദേഹത്തിന് 35 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. 35 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറാണ് ആര്? CH മുഹമ്മദ് കോയ. എന്ന പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും. കേരള നിയമസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ സ്പീക്കർ സ്ഥാനത്ത്, ആക്ടിംഗ് ആണ്, സ്പീക്കർ സ്ഥാനത്തിരുന്ന ഒരേ ഒരു വനിതയേ ഉള്ളൂ, A നബീസത്ത് ബീവി. ആരാണ്? A നബീസത്ത് ബീവി എന്ന് പറയുന്ന വനിത മാത്രമാണ് സ്പീക്കറിന്റെ കസേരയിൽ ഇരുന്നിട്ടുള്ളത്. അപ്പൊ സ്പീക്കർ കസേരയിൽ ഇരുന്നിട്ടുള്ള കേരളത്തിലെ ഏക വനിത ആരാണെന്ന് ചോദിച്ചാൽ, നിയമസഭാ ചരിത്രത്തിലെ ഏക വനിത ആരെന്ന് ചോദിച്ചാലും ആക്ടിംഗ് ആണ്. എന്നാലും ആരെന്ന് ചോദിച്ചാൽ A നബീസത്ത് ബീവിയാണ് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഇപ്പൊ നമ്മൾ CHന്റെ കാര്യത്തിലോട്ട് വരാം. PK വാസുദേവൻ നായർക്ക് ശേഷം CH മുഖ്യമന്ത്രിയാകുന്നു. അതിനു മുമ്പ് എന്തായിരുന്നു? സ്പീക്കർ ആയിരുന്നു. അപ്പൊ സ്പീക്കർ ആയതിനു ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ CH മുഹമ്മദ് കോയയാണ്. അതേസമയം ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രി ആയത് ആര്? ആദ്യം ആരെന്ന് ചോദിച്ചാൽ ആരാണ്? R ശങ്കറാണ്. അല്ലെ? ഇവിടെ സ്പീക്കർ ആയതിനു ശേഷം എന്താകുന്നു? അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു. അല്ലെ? മുഖ്യമന്ത്രിയാകുന്നു. ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം പിന്നീട് മന്ത്രിയായിട്ടുണ്ട്. മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്. അല്ലെ? മുഖ്യമന്ത്രി ആയതിനു ശേഷം മന്ത്രിയായ ഏക വ്യക്തി, മുഖ്യമന്ത്രി ആയതിനു ശേഷം മന്ത്രിയായ ഏക വ്യക്തി, മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി, മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉപമുഖ്യമന്ത്രിയായ, മുഖ്യമന്ത്രി ആയതിനു ശേഷം മന്ത്രിയായ, സ്പീക്കർ ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ, സ്പീക്കർ ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് CH മുഹമ്മദ് കോയയാണ്. അപ്പൊ ഇത്രയും 5ാം കേരള നിയമസഭയിലുള്ള കാര്യം പറയുമ്പോൾ ആയി. അടുത്ത ക്ലാസ്സിൽ ഈ ഭാഗം ഭംഗിയായിട്ട് തീർക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി. ഇനി നമുക്ക് പഠിക്കേണ്ടത് 6ാം കേരള നിയമസഭയെ തൊട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത്. അതിൽ 6ാം കേരള നിയമസഭയുടെ കാലാവധി കാണാതെ ഒന്നും പഠിക്കേണ്ട. കാലാവധി ഒന്ന് ജസ്റ്റ് നോക്ക്. 980 മുതൽ 82 വരെയാണ്. 6ാം കേരള നിയമസഭയുടെ കാലാവധി 980 മുതൽ 82 വരെയാണ്.
അത് തന്നെയാണ് ഇവിടുത്തെ ഒരു ചോദ്യം. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ കേരളത്തിലെ നിയമസഭ ഏതായിരുന്നു? കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നിയമസഭ ഏത് എന്ന് ചോദിച്ചാൽ 6ാം കേരള നിയമസഭയാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നിയമസഭ. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ഉണ്ടാവുമല്ലോ, ഏറ്റവും ദൈർഘ്യം കൂടിയ നിയമസഭ ഏതാണ്? കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ നിയമസഭ ഏതാണ്? കൂട്ടുകാർക്കറിയാം, 1970 മുതൽ 1977 വരെ നീണ്ടുനിന്ന 4ാം കേരള നിയമസഭയാണ് ഏറ്റവും ദൈർഘ്യം കൂടിയ നിയമസഭ. ദൈർഘ്യം കുറഞ്ഞത് 6ാം കേരള നിയമസഭ, അല്ലെ? ആ കാലഘട്ടത്തിൽ ഭരിച്ച മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചും അതുപോലൊരു ചോദ്യമുണ്ട്. 1970 മുതൽ 77 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് EMS നമ്പൂതിരിപ്പാടാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് പ്രതിപക്ഷ നേതാവായിരുന്നത് ആര് എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം ഏതാണ്? EMS നമ്പൂതിരിപ്പാടാണ്. അത്രയും കാര്യം അവിടെ ഓർക്കുക. അപ്പൊ 6ാം കേരള നിയമസഭയിൽ ആദ്യം മുഖ്യമന്ത്രി ആയത് EK നായനാരാണ്. കുറച്ചു കാലമേ ആ മന്ത്രിസഭ പോയുള്ളൂ. EK നായനാർക്ക് രാജിവെക്കേണ്ടി വന്നു. പിന്നീട് ഒരു തട്ടിക്കൂട്ട് മന്ത്രിസഭ K കരുണാകരന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. അപ്പോൾ രണ്ട് മന്ത്രിസഭയ്ക്കും വ്യക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള ഭൂരിപക്ഷം ഇല്ലായിരുന്നു. അങ്ങനെ K കരുണാകരൻ മന്ത്രിസഭയെ അധികം താമസിയാതെ എന്ത് ചെയ്തു? താഴെ വീണു. അതുകൊണ്ടാണ് 6ാം കേരള നിയമസഭയുടെ കാലാവധി വളരെ കുറഞ്ഞതായിട്ട് മാറിയത്. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ട് കാസ്റ്റിംഗ് വോട്ട് ചെയ്ത സ്പീക്കർ ആരാണ്? കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി കാസ്റ്റിംഗ് വോട്ട് ചെയ്ത സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? AC ജോസ് ആണ്. ആരാണ്? AC ജോസ് ആണ് കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ട് കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ തവണ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തിയത് ആരെന്ന് ചോദിച്ചാലും ആര് തന്നെ? AC ജോസ് ആണ്. അപ്പം കൂട്ടുകാർക്കൊരു സംശയം തോന്നും, എന്താണ് കാസ്റ്റിംഗ് വോട്ട്? കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്ന പ്രയോഗം സ്പീക്കറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോക്സഭാ സ്പീക്കർ അല്ലെങ്കിൽ നിയമസഭാ സ്പീക്കറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രയോഗമാണ് ഏത്? കാസ്റ്റിംഗ് വോട്ട്. സാധാരണഗതിയിൽ സഭയ്ക്കകത്ത് വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് സ്പീക്കർ വോട്ട് രേഖപ്പെടുത്താറില്ല. സ്പീക്കർ നിഷ്പക്ഷനായിട്ട് നിൽക്കേണ്ട ആളാണ്. സ്പീക്കർ വോട്ട് രേഖപ്പെടുത്താറില്ല. പക്ഷെ അപൂർവം ചില സന്ദർഭങ്ങളിൽ രണ്ടു വശത്തും നിന്നുള്ള വോട്ടുകളുടെ എണ്ണം തുല്യമാകുമ്പോൾ, ഇപ്പൊ ഒരു വശത്ത് 35 പേര് വോട്ട് ചെയ്തു, എതിർത്ത് 35 പേര് വോട്ട് ചെയ്തു, അപ്പൊ ഇപ്പൊ ഒരു ടൈ ആണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രം എന്ത് ചെയ്യും? സ്പീക്കർ വോട്ട് ചെയ്യും, ടൈ ബ്രേക്ക് ചെയ്യാൻ. അതിനെ പറയുന്നതാണ് ഏത്? കാസ്റ്റിംഗ് വോട്ട്. അപ്പൊ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തിയ ഒരു സ്പീക്കറേ ഉള്ളൂ. അതാരാണ്? AC ജോസ് ആണ്. അപ്പൊ അത് മാത്രമാണ് ആ ഭാഗത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യം. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 82-ല് K കരുണാകരൻ മന്ത്രിസഭ താഴെ വീഴുമ്പോൾ കേരളത്തിൽ വീണ്ടും രാഷ്ട്രപതി ഭരണം വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇതുവരെ 7 തവണ രാഷ്ട്രപതി ഭരണം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, അല്ലെ? അതിൽ ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതി ഭരണം വന്നത് എന്നാണെന്ന് ചോദിച്ചത് ഇപ്പോഴാണ്. 1982-ൽ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതി ഭരണം വരുന്നത് എപ്പോഴാണ്? 1982-ൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം വരുന്നത് കേരളം രൂപം കൊള്ളുന്ന സമയത്ത് തന്നെ. എന്താണ്? 56-ൽ കേരളം രൂപം കൊള്ളുന്ന സമയത്ത് തന്നെ ഇവിടെ രാഷ്ട്രപതി ഭരണമായിരുന്നു. പക്ഷെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കണം. 1964 മുതൽ 1967 വരെ കേരളത്തിൽ ഒരു രാഷ്ട്രപതി ഭരണം ഉണ്ടായിരുന്നു. 64 മുതൽ 67 വരെ ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന രാഷ്ട്രപതി ഭരണം ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെയാണ് 64 മുതൽ 67 വരെ, അതായത് കേരളത്തിലെ 3ാമത്തെ രാഷ്ട്രപതി ഭരണം. കേരളത്തിലെ 3ാമത്തെ രാഷ്ട്രപതി ഭരണമാണ് ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിന്നത്. ഏറ്റവും ഒടുവിലത്തത് 1982-ലെ 7ാമത്തെ രാഷ്ട്രപതി ഭരണം. അതിനുശേഷം രാഷ്ട്രപതി ഭരണം വന്നിട്ടില്ല. ഇനി അത് കഴിഞ്ഞിട്ട് 7ാം കേരള നിയമസഭയിലോട്ട് പോകാം. 7ാം കേരള നിയമസഭ എന്ന് പറയുന്നത് കാലാവധി 82 മുതൽ 87 വരെയാണ്. 82 മുതൽ 87 വരെ. മുഖ്യമന്ത്രി ആരാണ്? K കരുണാകരനാണ്. മുഖ്യമന്ത്രി ആരാണ്? K കരുണാകരനാണ്.
കരുണാകരൻ ഇതിനു മുമ്പും 2 തവണ മുഖ്യമന്ത്രിയായി അല്ലെ. 6ാം കേരള നിയമസഭയിലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. 5ാം കേരള നിയമസഭയിൽ 33 ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ 2 തവണ നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷെ 2 തവണയും അദ്ദേഹത്തിന് കാലാവധി തികയ്ക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ 7ാം കേരള നിയമസഭ നോക്കുക, 82 മുതൽ 87 വരെ ഒറ്റ മുഖ്യമന്ത്രി ആ നിയമസഭയിൽ ഉണ്ടായിരുന്നുള്ളൂ, കെ കരുണാകരൻ. അപ്പോൾ കാലാവധി തികയ്ക്കാൻ അദ്ദേഹത്തിന് പറ്റിയത് 82-87ലാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയും, കാലാവധി തികച്ച ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ. കാലാവധി തികച്ച ആദ്യ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. അദ്ദേഹം CPI-കാരനാണ്. കാലാവധി തികച്ച ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആര് പറയും? കെ കരുണാകരൻ എന്ന് പറയും. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. 82-87 കാലഘട്ടത്തിലെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്, പഞ്ചാബ് മോഡൽ പ്രസംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാവാര്? ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പഞ്ചാബ് മോഡൽ പ്രസംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാവാര് എന്ന് ചോദിച്ചാൽ ആർ ബാലകൃഷ്ണ പിള്ളയാണ്. ആരാണ്? ആർ ബാലകൃഷ്ണ പിള്ള. കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്, അതിന്റെ സ്ഥാപക നേതാവാണ് ആര്? ആർ ബാലകൃഷ്ണ പിള്ള. അപ്പൊ അതാണ് പഞ്ചാബ് മോഡൽ പ്രസംഗത്തിലൂടെ ശ്രദ്ധയാകർഷിച്ച, പഞ്ചാബ് മോഡൽ പ്രസംഗത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണ്? ആർ ബാലകൃഷ്ണ പിള്ള. അദ്ദേഹത്തിന്റെ മകനാണ് KB ഗണേഷ് കുമാർ. KB ഗണേഷ് കുമാർ ഇപ്പോഴത്തെ MLA ആണ്. KB ഗണേഷ് കുമാർ അല്ലെ. MLA ആകുന്ന, കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ സിനിമാ താരമാരെന്ന് ചോദിച്ചാൽ KB ഗണേഷ് കുമാറാണ്. കേരള നിയമസഭയിലോട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ സിനിമാ താരമാരെന്ന് ചോദിച്ചാൽ KB ഗണേഷ് കുമാറാണ്. ചോയ്സിൽ മുകേഷ് എന്നും കാണും, മുകേഷ് അല്ല, KB ഗണേഷ് കുമാറാണ്. അപ്പോ ആർ ബാലകൃഷ്ണ പിള്ള. ഇവിടെ ഈ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത്, ഇന്ത്യയിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ്. ഏത് ഉപതെരഞ്ഞെടുപ്പ്? 982 ഉപതെരഞ്ഞെടുപ്പ്, വടക്കൻ പറവൂർ അസംബ്ലി മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് എവിടെ? കേരളത്തിൽ. എന്ന് 982. ഏത് മണ്ഡലത്തിൽ? വടക്കൻ പറവൂർ അസംബ്ലി മണ്ഡലത്തിലാണ് അല്ലെ. അതേസമയം പൂർണ്ണമായിട്ടും ഒരു സംസ്ഥാനത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ഗോവയിലാണ്. പൂർണ്ണമായിട്ട് ഒരു സംസ്ഥാനത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് ആദ്യമായി നടത്തിയത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഗോവയിലാണ്. പക്ഷെ അതിനു മുമ്പ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ആദ്യമായിട്ട് നടത്തുന്നത് എവിടെയാണ്? വടക്കൻ പറവൂരിലാണ്. 1982ലാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ആ ഭാഗത്ത് അത്രയും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 8ാം കേരള നിയമസഭയിലോട്ട് വരാം. 87 മുതൽ 91 വരെയുള്ള കാലമാണ്. 87 മുതൽ 91 വരെയുള്ള കാലമാണ്. അവിടെ 8ാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി EK നായനാരാണ്. അങ്ങനെയൊന്നും നിങ്ങൾ പഠിക്കണ്ട. 8ാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി അങ്ങനെയല്ല. നമുക്ക് ഈ ഭാഗത്തെ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 8, 9 എന്നൊക്കെ പറയണേ. അപ്പൊ EK നായനാരാണ്. അപ്പൊ EK നായനാരുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം. അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്. EK നായനാരുടെ ആത്മകഥ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മൈ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഏത് കേരള മുഖ്യമന്ത്രിയുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ ആരുടെ ആത്മകഥയാണ്? EK നായനാരുടെ ആത്മകഥയാണ്. തൊട്ട് മുമ്പ് നമ്മൾ കെ കരുണാകരന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിനുമുണ്ട് ഒരു ആത്മകഥ. ആ ആത്മകഥയാണ് ഏത്? പതറാതെ മുന്നോട്ട്. പിന്നെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. ഏത് മുഖ്യമന്ത്രിയുടെ ആത്മകഥ? VS അച്യുതാനന്ദന്റെ ആത്മകഥ. പതറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥ? കെ കരുണാകരന്റെ ആത്മകഥ. പിന്നെ ഇവിടെ ഇപ്പൊ പറഞ്ഞത് മൈ സ്ട്രഗിൾ ആരുടെ ആത്മകഥ? EK നായനാരുടെ ആത്മകഥ. എന്റെ ബാല്യകാല സ്മരണകൾ സി അച്യുതമേനോൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ആത്മകഥയാണ്. സി അച്യുതമേനോന്റെ ആത്മകഥയാണ് എന്റെ ബാല്യകാല സ്മരണകൾ. ആത്മകഥ എന്ന ആത്മകഥ EMSന്റെ ആത്മകഥയാണ്. അപ്പൊ അത് അവിടെ അത്രയും ഓർത്ത് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് EK നായനാരുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ജനകീയ ആസൂത്രണം കേരളത്തിൽ നടപ്പിലാക്കിയ
നടപ്പിലാക്കിയ മുഖ്യമന്ത്രി. ജനകീയ ആസൂത്രണം കേരളത്തിൽ നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയാം? EK നായനാരുടെ പേര് പറയാം. അദ്ദേഹം ഭരിക്കുന്ന കാലം 87 മുതൽ 91 വരെ അല്ലെ. ആ കാലഘട്ടത്തിലെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിക്കുന്ന എന്നാണ്? 1988 ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിക്കുന്നത് 988 അല്ലെ. 989 സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണമായിട്ട് ഇന്ത്യയിലാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണമായിട്ട് കോട്ടയം മാറുന്നത് അല്ലെ. അത് 989. അടുത്ത കൊല്ലം 990 സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയായിട്ട് ഏത് മാറി? എറണാകുളം മാറി. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയായിട്ട് എറണാകുളം മാറി 90. 91 സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായിട്ട് കേരളം മാറി. 1991 ഏപ്രിൽ 18. 1991 ഏപ്രിൽ 18. അപ്പോ കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടുമ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് EK നായനാർ ആയിരുന്നു. ഇവിടെ നമ്മൾ സാക്ഷരതാ മിഷൻ, ദേശീയ സാക്ഷരതാ മിഷൻ എന്ന് പറഞ്ഞു. അതുപോലെ സംസ്ഥാനത്ത് സാക്ഷരതാ മിഷനും ഉണ്ട്. സംസ്ഥാന സാക്ഷരതാ മിഷൻ അല്ലെങ്കിൽ അതോറിറ്റി ഉണ്ട്. അതിനൊരു മുഖപ്രസിദ്ധീകരണമുണ്ട്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ അല്ലെങ്കിൽ അതോറിറ്റിയുടെ മുഖപ്രസിദ്ധീകരണമാണ് ഏത്? അക്ഷര കൈരളി. അപ്പൊ സാക്ഷരതാ മിഷന്റെ, സംസ്ഥാന സാക്ഷരതാ മിഷന്റെ മുഖപ്രസിദ്ധീകരണം ഏത്? അക്ഷര കൈരളി. വേറൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപ്രസിദ്ധീകരണമാണ് കേളി എന്ന് പഠിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപ്രസിദ്ധീകരണമാണ് കേളി എന്ന് പഠിച്ചിട്ടുണ്ട്. ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 8ാം കേരള നിയമസഭയുടെ കാര്യം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ആ നിയമസഭാ കാലത്ത് നടന്നു. അതായത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരാൾക്ക് കേരള നിയമസഭയിൽ അംഗത്വം നഷ്ടപ്പെടുന്നു ആദ്യമായിട്ട്. ആർക്കാണ്? R ബാലകൃഷ്ണ പിള്ളയ്ക്ക്. അപ്പൊ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരളത്തിൽ ആദ്യമായിട്ട് നിയമസഭാംഗത്വം നഷ്ടപ്പെട്ടത് ആർക്കെന്ന് ചോദിച്ചാൽ ആർക്കാണ്? R ബാലകൃഷ്ണ പിള്ളയ്ക്കാണ്. പഞ്ചാബ് മോഡൽ പ്രസംഗത്തിലൂടെ ശ്രദ്ധേയനായ രാഷ്ട്രീയ നേതാവ് ആരാണ്? R ബാലകൃഷ്ണ പിള്ളയാണ്. അദ്ദേഹത്തിന്റെ മകന്റെ പേരെന്താണ്? KB ഗണേഷ് കുമാറാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ആദ്യമായിട്ട് നിയമസഭാംഗത്വം നേടിയ സിനിമാ താരമാണ്. നിയമസഭയിലോട്ട് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരമാണ് ആര്? KB ഗണേഷ് കുമാർ. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് 9ാം കേരള നിയമസഭയുടെ കാര്യത്തിലോട്ട് പോവാം. 9ാം കേരള നിയമസഭ എന്നോട്ടാണ്? 91 മുതൽ 96 വരെയാണ്. 91 മുതൽ 96 വരെ. ഇവിടെ ഇപ്പൊ ആരാണ് മുഖ്യമന്ത്രി? K കരുണാകരൻ അല്ലെ. K കരുണാകരനാണ് ഇവിടെ മുഖ്യമന്ത്രി അല്ലെ. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു മുഖ്യമന്ത്രി ആ നിയമസഭയിൽ തന്നെ ഉണ്ടായിരുന്നു, AK ആന്റണി. K കരുണാകരൻ കുറച്ചു കാലം മുഖ്യമന്ത്രി ആയിരിക്കും. കുറച്ചു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 91 മുതൽ ഏതാണ്ട് 95 വരെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കും. അദ്ദേഹം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ISRO ചാരക്കേസ്. ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരാമർശം ഉണ്ടായപ്പോൾ K കരുണാകരൻ രാജിവെക്കും. പിന്നീട് മുഖ്യമന്ത്രിയായത് AK ആന്റണിയാണ്. അപ്പോൾ 9ാം കേരള നിയമസഭയിൽ 2 മുഖ്യമന്ത്രിമാരുണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഏതാണ്? 1977 5ാം കേരള നിയമസഭ. 5ാം കേരള നിയമസഭയിൽ K കരുണാകരൻ ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയപ്പോൾ കോടതിയുടെ പരാമർശത്തെ തുടർന്നാണ് അദ്ദേഹം അന്നും രാജിവെച്ചത്. അപ്പോ 2 തവണ കോടതിയുടെ പരാമർശം കാരണം രാജിവെച്ച മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് K കരുണാകരനാണ്. 4 തവണ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് ആര്? K കരുണാകരൻ. ഏറ്റവും ഒടുവിലാണ് ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് 9ാം കേരള നിയമസഭയിൽ. അപ്പൊ K കരുണാകരൻ രാജിവെച്ചു, AK ആന്റണി അപ്പോ പിന്നീട് മുഖ്യമന്ത്രിയാവുകയും ചെയ്യും. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാല്, കേരളത്തിലെ പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കുമ്പോ, കേരള നിയമസഭ പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കുമ്പോ മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിക്കും. അതാരാണ്? അത് K കരുണാകരനാണ്. പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കുന്ന
പാസ്സാക്കുന്നത് എന്നാണ്? കേരള നിയമസഭ പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കുന്നത് എന്നാണ്? അതും പരീക്ഷയുടെ ചോദ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് വരണമെന്ന് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1994 ഏപ്രിൽ 24 കേരളത്തിലെ പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കുന്നത്. ആ സമയത്ത് മുഖ്യമന്ത്രി കെ കരുണാകരൻ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചു വെക്കണം, പഞ്ചായത്ത് രാജ് നിയമം കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അപ്പോൾ കരുണാകരൻ രാജിവെച്ച് കഴിഞ്ഞു. ആരാണെന്ന് ചോദിച്ചാൽ അത് AK ആന്റണിയാണ്. നിയമം പാസ്സാക്കുമ്പോ കരുണാകരൻ മുഖ്യമന്ത്രി, നിയമം നടപ്പിലാക്കുമ്പോ AK ആന്റണി മുഖ്യമന്ത്രി. ഈ സമയത്താണ് ചാരായ നിരോധനം കേരളത്തിൽ നടപ്പിലാക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, 1996 ഏപ്രിൽ 1 കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയാണ് കേരളം കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി AK ആന്റണി. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് 10ാം കേരള നിയമസഭയുടെ കാര്യത്തിലോട്ട് വരാം. 10ാം കേരള നിയമസഭ 10ാം കേരള നിയമസഭയുടെ കാലം 96 മുതൽ 2001 വരെ. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, 5 കൊല്ലം കാലാവധി ഉണ്ടായിരുന്ന ഒരു നിയമസഭയാണ്. ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നുള്ളൂ. ആരാണ്? EK നായനാർ. അദ്ദേഹം 5 കൊല്ലവും മുഖ്യമന്ത്രിയായിരുന്നു. അതായത് കാലാവധി തികച്ചു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം അവിടെ വരും, കാലാവധി തികച്ച ആദ്യ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി ആര്? കാലാവധി തികച്ച ആദ്യത്തെ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാരാണ്? EK നായനാരാണ്. നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു, 1 കൊല്ലമേ ഇരുന്നുള്ളൂ. പിന്നീട് മുഖ്യമന്ത്രിയായിരുന്നു, 4 കൊല്ലമേ ഇരുന്നുള്ളൂ. ഇതാ ഇപ്പോഴാണ് 5 കൊല്ലം ഇരിക്കുന്നത്. കാലാവധി തികച്ച ആദ്യത്തെ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി EK നായനാർ. കാലാവധി തികച്ച ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി K കരുണാകരൻ. കാലാവധി തികച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി C അച്യുതമേനോൻ. അദ്ദേഹം CPI കാരനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ്. അപ്പൊ അത് അവിടെ ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് EK നായനാരുടെ ഈ നിയമസഭയുടെ കാലം പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, കുടുംബശ്രീ പദ്ധതി. അല്ലെ, വളരെ പ്രധാനപ്പെട്ട സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഏത്? കുടുംബശ്രീ പദ്ധതി. അല്ലെ, ലോകതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി. ആ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ആരുടെ കാലത്താണ്? അല്ലെങ്കിൽ ആര് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്? EK നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പൊ കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി വരുന്നത് എന്നാണ്? 1998 മെയ് 17 1998 മെയ് 17 കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. മലപ്പുറത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രിയെ നിങ്ങൾ അറിയും, AB വാജ്പേയി. അപ്പോ ഓർത്തു വെക്കണം, ജനകീയ ആസൂത്രണം കേരളത്തിൽ നടപ്പിലാക്കിയത് EK നായനാരാണ്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി ആരാണ്? അത് EK നായനാർ. ചാരായ നിരോധനം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരാണ്? അത് AK ആന്റണി. തൊഴിലില്ലായ്മ വേതനം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരാണ്? AK ആന്റണിയാണ്. പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? K കരുണാകരനാണ്. ഇതെല്ലാം നല്ല ചോദ്യങ്ങളാണ്. അപ്പൊ ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 10ാം നിയമസഭ കഴിഞ്ഞു. അടുത്തത് 11ാം നിയമസഭ. 11ാം നിയമസഭയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. ആദ്യം AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു, പിന്നീട് അദ്ദേഹം രാജിവെച്ചപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. അവിടെ ചോദ്യമില്ല. പക്ഷെ ഒരു ചോദ്യമുള്ളത്, ഈ സമയത്ത് ഒരു കാര്യം പ്രധാനമായിട്ടുണ്ട്. ഗവർണർ ആയിരുന്നു ഈ സമയത്ത് സിക്കന്ദർ ഭക്ത്. ഗവർണർ ആയിരിക്കുമ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ഈ സമയത്ത് ഗവർണർ ആരായിരുന്നു? സിക്കന്ദർ ഭക്ത് ആയിരുന്നു. ഗവർണർ ആയിരുന്നപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്, കേരളത്തിൽ ഗവർണർ ആയിരുന്നപ്പോൾ മരണപ്പെട്ട ആദ്യത്തെ വ്യക്തി ആര്? കേരളത്തിൽ ഗവർണർ ആയിരുന്നപ്പോൾ മരണപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സിക്കന്ദർ ഭക്താണ്. അതിനുശേഷം MH ഫാറൂഖ് എന്ന് പറയുന്ന ഗവർണറും കേരളത്തിൽ ഗവർണർ ആയിരിക്കുമ്പോൾ തന്നെ മരിച്ചയാളാണ്. പക്ഷെ ആദ്യത്തെ ആളാരെന്ന് ചോദിച്ചാൽ സിക്കന്ദർ ഭക്താണ്. ഗവർണർമാരുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഗവർണറാണ് B രാമകൃഷ്ണ റാവു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കേരളത്തില് ഗവർണറായ ആദ്യ മലയാളി, കേരളത്തിലെ ഗവർണറായിരുന്ന ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? V വിശ്വനാഥനാണ്. കേരളത്തിൽ ഗവർണർ ആയിരുന്ന മലയാളി ആരെന്ന് ചോദിച്ചാൽ V വിശ്വനാഥൻ. പിന്നെ അതുപോലെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കേരളത്തിൽ ഗവർണർ ആയിരുന്നു, പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റായി ആര്? കേരളത്തിൽ ഗവർണർ ആയിരുന്നു, പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയി ആര്? VV ഗിരി. അല്ലെ, അപ്പൊ മലയാളി ആയിട്ടുള്ള കേരള ഗവർണർ ആയിരുന്നു ആര്? V
വിശ്വനാഥൻ. കേരളത്തിലെ എത്ര വനിതകൾ ഗവർണറായിരുന്നു? 3 വനിതകൾ ഗവർണറായിരുന്നിട്ടുണ്ട്. 3 പേര് വനിതകൾ ഗവർണറായിരുന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ജ്യോതി വെങ്കടാചലം, വേറൊന്ന് രാം ദുലാരി സിൻഹ, ഏറ്റവും ഒടുവിൽ ഷീലാ ദീക്ഷിത്. അപ്പൊ കേരളത്തിൽ ഗവർണറായ ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയാം? ജ്യോതി വെങ്കടാചലം. ഏറ്റവും അവസാനം കേരളത്തിൽ ഗവർണറായിരുന്ന വനിത ആരെന്ന് പറയാം? അത് ഷീലാ ദീക്ഷിത് ആണ്. ഡൽഹിയിലെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന സ്ത്രീയാണ് ഷീലാ ദീക്ഷിത് ആണ്, അല്ലെ? ഗവർണർ, ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു. അപ്പൊ ഗവർണർ ആയിരുന്നപ്പോ മരണപ്പെട്ട ആദ്യത്തെ ഗവർണർ ആര്? കേരളത്തിൽ സിക്കന്ദർ ഭക്ത്. അത് മാത്രം അവിടെ ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 12ാം നിയമസഭ. 12ാം നിയമസഭ 2006 മുതൽ 2011 വരെയാണ്. അപ്പൊ VS അച്യുതാനന്ദന് മുഖ്യമന്ത്രിയാകാൻ കിട്ടിയ ഒരു അവസരം, അല്ലെ? അതൊരു ഭാഗ്യമാണ്. പലപ്പോഴും അദ്ദേഹം ജയിക്കുമ്പോ ഭരണം കിട്ടത്തില്ല, ഭരണം കിട്ടുമ്പോൾ അദ്ദേഹം തോക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 12ാം നിയമസഭയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്തായി? മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് പറഞ്ഞത് സമരം തന്നെ ജീവിതം. ഓർത്തു വെക്കണം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അല്പം കഴിഞ്ഞ് പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് 13ാം നിയമസഭ. 13ാം നിയമസഭയിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, അല്ലെ? VS അച്യുതാനന്ദന് ശേഷം പിന്നീട് വന്നത് ആരാണ്? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. പക്ഷെ ആ ഒരു സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കൊച്ചി മെട്രോ പദ്ധതി ആരംഭിക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കൊച്ചി മെട്രോയ്ക്ക് കരാർ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖ കരാർ അദാനിയുമായിട്ട് ഉണ്ടാക്കുന്നതും ഏത് മുഖ്യമന്ത്രിയാണ്? അതും ഉമ്മൻചാണ്ടിയാണ്. അപ്പൊ മെട്രോയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ട്, വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജനകീയമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ, ജനസമ്പർക്ക പരിപാടി. ഏതാണ്? ജനസമ്പർക്ക പരിപാടി. മുഖ്യമന്ത്രി നേരിട്ട് ജനങ്ങളുടെ ആവലാതികൾ കേൾക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ, പരിപാടി ഉണ്ടായിരുന്നു. ജനസമ്പർക്ക പദ്ധതിക്ക് തുടക്കമിട്ട മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയാം. ഇതിനു മുമ്പും അങ്ങനെയുള്ള പരിപാടിയുണ്ട്, പക്ഷെ നേരിട്ട് പോകത്തില്ലെന്നേ ഉള്ളൂ. ഫോൺ വഴിയും ടെലിവിഷനിലൂടെയും ഒക്കെയുള്ള ഒരു ജനസമ്പർക്കം ഉണ്ടായിരുന്നു. അത് EK നായനാർ തുടങ്ങി വെച്ചതാണ്. അപ്പൊ അതല്ലാതെ നേരിട്ട് ജനങ്ങളുമായിട്ട് കണ്ട് സംസാരിച്ച് പരാതികൾ കേൾക്കുന്ന പരിപാടി, ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. അതുപോലെ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചതാണ്, ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദരവിന് പാത്രീഭവിച്ച ഇന്ത്യയിലെ ഏക രാഷ്ട്രീയക്കാരൻ ആരാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദരവിന് അംഗീകാരം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതും ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് സുതാര്യ കേരളം. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് സുതാര്യ കേരളം പദ്ധതി, അല്ലെ? സുതാര്യ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും ഉമ്മൻചാണ്ടിയാണ്. സുതാര്യത കുറച്ച് കൂടിപ്പോയതിന്റെ പ്രശ്നമാണ് പിന്നീട് അദ്ദേഹത്തിന് ഭരണം കിട്ടാതെ പോയത്. അപ്പൊ എന്തായാലും 13ാം നിയമസഭയിലാണ് ഉമ്മൻചാണ്ടി എന്തായിരുന്നത്? മുഖ്യമന്ത്രി ആയിരുന്നത്. ഈ സമയത്ത് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ആരാണ്? VS അച്യുതാനന്ദനാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇപ്പൊ ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ മന്ത്രിയായ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത, കേരളത്തിലെ മന്ത്രിയായ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരെന്ന് ചോദിച്ചാൽ PK ജയലക്ഷ്മിയാണ്. ആരാണ്? PK ജയലക്ഷ്മി. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായ വനിത എന്നുള്ള ചോദിക്കുമ്പോൾ അതിനകത്ത് KR ഗൗരിയമ്മയുടെ പേരും കാണും. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായ വനിത ആരെന്ന് ചോദിച്ചാൽ PK ജയലക്ഷ്മിയാണ്. അതുപോലെ തന്നെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് മന്ത്രിയായ ആദ്യ വനിതയാര് എന്ന് ചോദിച്ചാലും PK ജയലക്ഷ്മിയാണ്. ആദിവാസി വിഭാഗത്തിൽ നിന്നും മന്ത്രിയായ ആദ്യ വനിത, ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായ വനിത എന്ന് ചോദിച്ചാരാണ്? അത് PK ജയലക്ഷ്മിയാണ്. ഈ പറഞ്ഞ 13ാം നിയമസഭയുടെ കാലഘട്ടത്തിലാണ് അവര് മന്ത്രിയായിട്ടിരുന്നത്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് രമേശ് ചെന്നിത്തലയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ
കുറഞ്ഞ കേരളത്തിലെ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് രമേശ് ചെന്നിത്തലയാണ്. വനിതകളുടെ കാര്യത്തിൽ അത് PK ജയലക്ഷ്മിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 13ാം നിയമസഭ കഴിഞ്ഞു. പിന്നീട് 14ാം നിയമസഭ വന്നു. 2016 തെരഞ്ഞെടുപ്പ് നടന്നു. പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. അത് കഴിഞ്ഞ് 2021 15ാം നിയമസഭയിലോട്ട് തെരഞ്ഞെടുപ്പ് നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ വീണ്ടും പിണറായി വിജയൻ എന്ത് ചെയ്യപ്പെട്ടു? തെരഞ്ഞെടുക്കപ്പെട്ടു അല്ലെ? തുടർച്ചയായിട്ട് രണ്ട് തവണ മുഖ്യമന്ത്രിയായ ആദ്യത്തെ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ആര്? പിണറായി വിജയൻ. തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ ആദ്യത്തെ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ആര്? പിണറായി വിജയൻ. ഇവർക്കൊന്നും തുടർച്ച കിട്ടിയില്ല. EK നായനാർക്കൊന്നും EMS ഒക്കെ 2 തവണ ആയിട്ടുണ്ടെങ്കിൽ പോലും തുടർച്ച കിട്ടിയിട്ടില്ല. EK നായനാർ 3 തവണയായിരുന്നു, പക്ഷെ ഒരു തുടർച്ചയായിട്ടല്ല. അപ്പൊ തുടർച്ചയായിട്ട് 2 തവണ മുഖ്യമന്ത്രിയായ ആദ്യത്തെ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയാം? അത് പിണറായി വിജയന്റെ പേര് പറയാം. അപ്പോ ഏത് നിയമസഭയാണ് ഇപ്പോൾ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? 15ാമത് നിയമസഭ. 15ാമത് നിയമസഭയാണ് ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള നിയമസഭ. അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പ് നടന്നതല്ലേ? അത് കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യം ഉള്ളത് സാധാരണഗതി ചോദിക്കുന്നതാണ്. പിണറായി വിജയൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? പിണറായി വിജയൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചാൽ 22ാമത്തെ മുഖ്യമന്ത്രിയാണ്. 22ാമത്തെ മുഖ്യമന്ത്രിയാണ്. കരുണാകരൻ 4 തവണ ഇരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ EK നായനാർ 3 തവണ ഇരുന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി, AK ആന്റണി, അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ കണക്ക് വെച്ച് പറയുമ്പോൾ പിണറായി തന്നെ 2 തവണയായിരുന്നു. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ 22ാമത്തെ മുഖ്യമന്ത്രിയാണ് ആര്? പിണറായി വിജയൻ. കേരളത്തിൽ 22ാമത്തെ മുഖ്യമന്ത്രി. പക്ഷെ മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ? മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് ചോദിച്ചാൽ 12ാമത്തെ വ്യക്തി. മുഖ്യമന്ത്രിയാകുന്ന 12ാമത്തെ വ്യക്തി, കേരളത്തിൽ 22ാമത്തെ മുഖ്യമന്ത്രി ആര്? പിണറായി വിജയൻ. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ചില കാര്യങ്ങളിലോട്ട് വരാം. ഒന്ന് KM മാണി. KM മാണിയെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് KM മാണിയെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്നത്? ഒന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിട്ടിരുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിട്ടിരുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്? KM മാണിയാണ്. ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിട്ടിരുന്നു അല്ലെ? ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ ധനകാര്യമന്ത്രിയായിരുന്നത് ആര്? അതും KM മാണിയാണ്. ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ചതാര്? KM മാണിയാണ്. ഏറ്റവും കൂടുതൽ തവണ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആര്? KM മാണിയാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും. ഏറ്റവും കൂടുതൽ തവണ മന്ത്രി എന്ന് പറയുന്നു, ഏറ്റവും കൂടുതൽ തവണ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ചെറിയ വ്യത്യാസമുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ആരെന്ന് ചോദിച്ചാലും KM മാണിയാണ്. ഒരേ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ വിജയിച്ച നിയമസഭാംഗം ആരെന്ന് ചോദിച്ചാലും KM മാണിയാണ്. അപ്പൊ KM മാണി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്നു. KM മാണി ഏറ്റവും കൂടുതൽ കാലം ധനകാര്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. KM മാണി ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ കാലം കേരളത്തിലെ നിയമമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. നിയമമന്ത്രിയായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാലും KM മാണിയാണ്. ഒരേ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ജയിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാലും KM മാണിയാണ്. അപ്പൊ അത് ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം? അതിലൊരു ചോദ്യം, കേരളത്തില് മന്ത്രിയാകുന്ന ആദ്യ വനിത. കേരളത്തിലെ മന്ത്രിയാകുന്ന ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? KR ഗൗരിയമ്മ അല്ലെ? ഏറ്റവും കൂടുതൽ നിയമസഭകളിൽ അംഗമായിരുന്ന വനിത. ഏറ്റവും കൂടുതൽ നിയമസഭകളിൽ അംഗമായിരുന്ന വനിത ആരെന്ന് ചോദിച്ചാല് KR ഗൗരിയമ്മയാണ്. ഏറ്റവും കൂടുതൽ നിയമസഭകളിൽ അംഗമായിരുന്ന വനിത KR ഗൗരിയമ്മ അല്ലെ? ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ വനിതാ നിയമസഭാംഗം. കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ വനിതാ നിയമസഭാംഗം ആരെന്ന് ചോദിച്ചാൽ ആരാണ്? KR ഗൗരിയമ്മ. അപ്പൊ KR ഗൗരിയമ്മയുടെ റെക്കോർഡ് എന്തൊക്കെ പറഞ്ഞു? ആദ്യമായിട്ട് മന്ത്രിയായ വനിത, ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വനിത, ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വനിത, ഏറ്റവും കൂടുതൽ നിയമസഭകളിൽ അംഗമായിരുന്ന വനിത. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെന്ത് കാര്യം പറഞ്ഞു? ഏറ്റവും പ്രായം കൂടിയ വനിതാ നിയമസഭാംഗം. ഏറ്റവും പ്രായം കൂടിയ വനിതാ നിയമസഭാംഗം. എന്തുകൊണ്ട് വനിതാ നിയമസഭാംഗം എന്ന് പറഞ്ഞു? ഏറ്റവും പ്രായം കൂടിയ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കൂടിയ നിയമസഭാംഗം ആരെന്ന് ചോദിച്ചാല് VS അച്യുതാനന്ദനാണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കൂടിയ നിയമസഭാ അംഗം ആര് എന്ന് ചോദിച്ചാൽ അത് VS അച്യുതാനന്ദനാണ്. അത് പ്രത്യേകം
പ്രത്യേകിച്ച് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്നത് ആര്? കൂടുതൽ കാലം മന്ത്രിയായിരുന്നത് കെ.എം. മാണി. ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്നത് ആര്? എം.പി. വീരേന്ദ്രകുമാർ. എം.പി. വീരേന്ദ്രകുമാറാണ് ഏറ്റവും കുറച്ചു കാലം കേരളത്തിൽ മന്ത്രിയായിരുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം നിയമസഭാംഗമായിരുന്നത് ആര്? കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം നിയമസഭാംഗമായിരുന്നത് ആര് എന്ന് ചോദിച്ചാൽ സി ഹരിദാസ് ആണ്. ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്നത് എം.പി. വീരേന്ദ്രകുമാർ. ഏറ്റവും കുറച്ചു കാലം നിയമസഭാംഗമായിരുന്നത് ആരെന്ന് ചോദിച്ചാൽ സി ഹരിദാസ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് കെ മുരളീധരൻ, നമ്മുടെ ലീഡറുടെ മകനാണ് കെ മുരളീധരൻ. അദ്ദേഹത്തിന് ഒരു റെക്കോർഡുണ്ട്. അദ്ദേഹം മന്ത്രിയായി, നിയമസഭാംഗമല്ലാതെ മന്ത്രിയായി. പെട്ടെന്നൊരു സാഹചര്യത്തിൽ നിയമസഭാംഗമല്ലാതെ തന്നെ കെ മുരളീധരൻ എന്തായി? മന്ത്രിയായി. നിയമസഭാംഗമല്ലാതെ മന്ത്രിയാകാം. 6 മാസത്തിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചാൽ മതി. പക്ഷേ ഇദ്ദേഹം മത്സരിച്ചു, തോറ്റുപോയി. അപ്പോൾ നിയമസഭാംഗമല്ലാതെ മന്ത്രിയാവുകയും അതേസമയം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രാജിവെക്കേണ്ടിയും വന്ന മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കെ മുരളീധരനാണ്. വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭയെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് തന്നെ രാജിവെക്കേണ്ടി വന്ന മന്ത്രിയാണ് ആര്? കേരള നിയമസഭാ ചരിത്രത്തിൽ കെ മുരളീധരൻ എന്നുകൂടി അവിടെ ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കേരള നിയമസഭയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ കേരളത്തിലെ നിയമസഭാംഗമായതാര്? ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ കേരളത്തിലെ നിയമസഭാംഗമായതാരെന്ന് ചോദിച്ചാൽ എ അസീസ് എന്ന് പറയുന്ന ആളാണ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുന്നത് 5 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അപ്പൊ കേരള നിയമസഭാംഗമായ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ നിയമസഭാംഗമായ വ്യക്തി എ അസീസ്. അതേസമയം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ നിയമസഭാംഗമായ വ്യക്തി, അത് റെക്കോർഡാണ്, ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലാണ്. അതാർക്കാണ്? കെ ശൈലജ ടീച്ചറിനാണ്. കെ ശൈലജയ്ക്കാണ്, പഴയ ആരോഗ്യമന്ത്രി കെ ശൈലജയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭാംഗമായതിന്റെ റെക്കോർഡുള്ളത്. കുറഞ്ഞത് എ അസീസിനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള നിയമസഭയിൽ അംഗമായ വ്യക്തി, പല മണ്ഡലങ്ങളിൽ നിന്നായിട്ട് ഏറ്റവും കൂടുതൽ തവണ നിയമസഭയിലോട്ട് എത്തിയ വ്യക്തി, പല മണ്ഡലങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ തവണ നിയമസഭയിലോട്ട് ജയിച്ചു വന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാല് എം.വി. രാഘവനാണ്. അല്ലെ, നമ്മളിവിടെ പറഞ്ഞു കെ.എം. മാണി ഒരേ മണ്ഡലത്തിൽ നിന്ന് ഒരുപാട് തവണ ജയിച്ച ആളാണ്. അതേസമയം ഒരുപാട് മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് കേരള നിയമസഭയിൽ വന്നിട്ടുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? എം.വി. രാഘവനാണ്. എം.വി. രാഘവനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടിയുള്ളത്, ഒന്നുകൂടി ഓർത്തു വയ്ക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറാണ് CH മുഹമ്മദ് കോയ എന്ന് പറഞ്ഞിട്ടുണ്ട്. CH മുഹമ്മദ് കോയ. ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രി ആയിരുന്നത് CH മുഹമ്മദ് കോയ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മുഖ്യമന്ത്രി ആയതിനു ശേഷം മന്ത്രിയായ ആളാണ് CH മുഹമ്മദ് കോയ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പീക്കർ ആയതിനു ശേഷം മുഖ്യമന്ത്രി ആയ ആളാണ് CH മുഹമ്മദ് കോയ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ ആയിരുന്നത് ആര്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ ആയിരുന്നത് ആര് എന്ന് ചോദിച്ചാല് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വക്കം പുരുഷോത്തമൻ. ആരാണ്? വക്കം പുരുഷോത്തമൻ. അപ്പൊ ആ കാര്യം അവിടെ ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അവസാനമായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി ഏത് പേരിൽ അറിയപ്പെടും? നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നതാണ് കണ്ടോൺമെന്റ് ഹൗസ്. ഏതാണ്? കണ്ടോൺമെന്റ് ഹൗസ്. താഴെ തന്നിരിക്കുന്നതിൽ ആരുടെ ഔദ്യോഗിക വസതി എന്ന് ചോദിക്കും. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയാണ് കണ്ടോൺമെന്റ് ഹൗസ്. അതേസമയം ക്ലിഫ് ഹൗസ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ്. ക്ലിഫ് ഹൗസ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേരള രാഷ്ട്രീയ രംഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചു എന്ന് ഏതാണ്ട് 100% എനിക്ക് ഉറപ്പുണ്ട്. ഈ ഭാഗത്തുനിന്ന് വല്ല ചോദ്യവും ചോദിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും